Hello everyone, this is Gayatri Shankar. Welcome back to my YouTube channel. ഇപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ you would know that we were doing a series for Kerala set preparation paper 1ന്റെ preparation series ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. And in between we lost a bit of track because I was doing another series by the side for B.Ed 4th semester MCQ exam. But that is done and dusted. അപ്പം നമ്മൾ we are back on track with the Kerala set preparation. So നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂണിറ്റ് 4ലെ 4 മോഡ്യൂൾസും തീർത്തിട്ടുണ്ടായിരുന്നു. സോ നൗ വി ആർ കമ്മിങ് ടു യൂണിറ്റ് 5 ടീച്ചിങ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ. അതിൽ മോഡ്യൂൾ 1 ആയ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫോർ സം ഓഫ് യു ഹു ഹാവ് മെയിൽഡ് മീ അഗെയിൻ, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, എന്തുകൊണ്ട് യൂണിറ്റ് 4 മുതൽ ജനറൽ പേപ്പറിന്റെ പ്രിപ്പറേഷൻ വീഡിയോസ് തുടങ്ങി എന്ന് വെച്ചാൽ യൂണിറ്റ് 1, 2 ആൻഡ് 3 നിങ്ങളുടെ ജനറൽ സ്റ്റഡീസ്, ജനറൽ നോളജ് ആ ഒരു ഏരിയയിൽ നിന്നാണ് നിങ്ങൾക്ക് മേജർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മൾ എത്ര വർക്ക് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എവിടെ നിന്ന് പഠിച്ചാലും പഠിച്ചത് തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്ത കുറെ ഏരിയാസ് ആണത്. സോ വെൻ യു ആർ അപ്രോച്ചിങ് ഇതുപോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, ഇറ്റ് ഇസ് ഓൾവേസ് എന്താണ് ഐ വുഡ് സേ സ്മാർട്ട് ടു വർക്ക് സ്മാർട്ട് റാദർ ദാൻ വർക്ക് ഹാർഡ്. അതുകൊണ്ട് 4, 5 ആൻഡ് 6 നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ യു വുഡ് ഗെറ്റ് മോർ ദാൻ 70+ മാർക്സ് ഫ്രം ഇറ്റ്, വിച്ച് വിൽ ഹെൽപ്പ് യു റീച്ച് യുവർ അഗ്രിഗേറ്റ്. പിന്നെ നിങ്ങൾ സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ ട്രൈ ടു ഷോ മൈ സർട്ടിഫിക്കറ്റ് ഹിയർ. സോ സർട്ടിഫിക്കറ്റിനകത്ത് എവിടെയും തന്നെ ആരും പറയുന്നില്ല ദറ്റ് നിങ്ങൾക്ക് ഇത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു. ഇറ്റ് ജസ്റ്റ് സേസ് ദറ്റ് യു ഹാവ് ക്വാളിഫൈഡ് സെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളതിൽ കാര്യമില്ല. യു ജസ്റ്റ് have to have the mark to reach the aggregate, across the aggregate. അതുകൊണ്ട് ഒരുപാട് നിങ്ങൾ അതിനകത്ത് വേണ്ടി സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് യൂണിറ്റ് 4, 5 ആൻഡ് 6 നന്നായിട്ട് പഠിച്ചാൽ തന്നെ പേപ്പർ 1 സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ വിത്തൗട്ട് ഫർദർ ഡിലേ, ലെറ്റ്സ് ഗോ ഇൻടു ദ വീഡിയോ. സോ യൂണിറ്റ് 5ന്റെ അടിയിലുള്ള മോഡ്യൂൾ 1 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ സെറ്റിന്റെ സിലബസിനകത്ത് തന്നിട്ടുള്ളത്. ഈ ടോപ്പിക്സ് എല്ലാം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദിസ് ചാപ്റ്റർ ഇസ് വെരി സിമ്പിൾ. നമ്മൾ B.Edൽ പഠിച്ച സിമ്പിൾ കാര്യങ്ങൾ ചേർന്നിട്ട് ഒരു കുട്ടി ചാപ്റ്റർ ആണിത്. അപ്പം നമുക്കിത് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ജസ്റ്റ് കാണുമ്പോൾ തന്നെ ഇതിനകത്ത് കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാവും. 1-2 മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. അത് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ ആ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യുക, ബാക്കിയുള്ളത് ജസ്റ്റ് കേട്ട് വിടുക. കാരണം വളരെ സിമ്പിൾ ഒരു ചാപ്റ്റർ ആണ്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ഇറ്റ്. സോ ദ ഫസ്റ്റ് തിങ് വി നീഡ് ടു ഡിസ്കസ് ഇസ് ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ടീച്ചർ എന്തൊക്കെ ആയിരിക്കണം, ഒരു ഗുഡ് ടീച്ചർ എന്തൊക്കെ പൊസസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ സബ്ജക്ട് നോളജ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കണ്ടന്റിനെ പറ്റിയിട്ട് ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് എന്തുണ്ടാവണം, ടീച്ചറിന് ഉണ്ടാവണം. നെക്സ്റ്റ് വൺ ഇസ് പെഡഗോഗിക്കൽ സ്കിൽസ്. വാട്ട് ഇസ് പെഡഗോഗി? the effective knowledge of how to deliver a lesson, അല്ലെ? ആ എബിലിറ്റി എന്ത് ചെയ്യണം, ടീച്ചറിന് ഉണ്ടാവണം. പെഡഗോഗിക് സ്കിൽസ് ഉണ്ടാവണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നല്ലപോലെ സംസാരിക്കാനും നമ്മൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് അതിന്റെ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന കുട്ടികളിൽ എത്താൻ ക്ലാരിറ്റി ഓഫ് സ്പീച്ച് ഉണ്ടായിരിക്കണം. നല്ല എക്സ്പ്രസീവ് ആയിരിക്കണം. വോയിസ് മോഡുലേഷൻസ് കൊണ്ടുവരാനും അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനും സാധിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. അതുപോലെ എംപതി ആൻഡ് പേഷ്യൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. കുട്ടികളോടൊരു എംപതി. അവര് വളരെ കുഞ്ഞു പിള്ളേരാണ്, നമ്മളെക്കാൾ ഒരുപാട് യങ്ങർ ആണ്. സോ ദേ മൈറ്റ് ബി എ ലിറ്റിൽ ബിറ്റ് ഹൈപ്പർ ആക്റ്റീവോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ആൾക്കാരോ. ആൻഡ് വി ഓൾസോ ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേണേഴ്സ്. അപ്പൊ ഇവരെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള പേഷ്യൻസും നമുക്കുണ്ടായിരിക്കണം. ആൻഡ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റുഡൻസ് need. Then we should also have creativity and adaptability. നമ്മൾ ഏതൊരു സിറ്റുവേഷനിൽ കൊണ്ടിട്ടാലും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയുള്ള ആളായിരിക്കണം ടീച്ചർ. അതുപോലെ വളരെ ക്രിയേറ്റീവ് ആയിരിക്കണം. പുതിയ ഇന്നോവേറ്റീവ് ടീച്ചിങ് എയ്ഡ്സ് വെച്ച് ഈവൻ താല്പര്യമില്ലായിരിക്കുന്ന കുട്ടികളെ പോലും നമുക്ക് താല്പര്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന, മൾട്ടിപ്പിൾ ലേണേഴ്സിന് കേറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സിനെയാണ് നമുക്ക് ആവശ്യം. സോ ടീച്ചേഴ്സ് ഹാവ് ടു മോഡിഫൈ മെത്തേഡ്സ് ആസ് പെർ സ്റ്റുഡൻസ് നീഡ്സ്. അതുപോലെ നല്ല മോട്ടിവേഷനും പാഷനും ഉണ്ടായിരിക്കണം പഠിപ്പിക്കാൻ, എങ്കിലേ നമുക്കൊരു നല്ല ടീച്ചർ ആവാൻ പറ്റൂ. ആൻഡ് ഫൈനലി ഒരു ടീച്ചറിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദറ്റ് ഹി ഓർ ഷീ ഹാസ് ദി എബിലിറ്റി ടു മാനേജ് എ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും കുട്ടികളെ എൻഗേജ് ചെയ്യാനും സാധിക്കുക എന്നുള്ളത് ടീച്ചറിന്റെ വലിയൊരു കഴിവായിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് അബൌട്ട് ടീച്ചിങ് പ്രൊഫഷൻ.
ആദ്യം തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് പ്രൊഫഷൻ. എന്താണ് ടീച്ചിങ് പ്രൊഫഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം. ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നതിനെ പറ്റി സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു നോളേജ് എന്തുണ്ടാവണം, ടീച്ചറിന് ഉണ്ടാവണം. അതായത് പെഡഗോഗി ഉണ്ടാവണം, അതുപോലെ കണ്ടന്റ് നോളജ് ഉണ്ടായിരിക്കണം. നമ്മുടെ 21st സെഞ്ചുറിയിലാവുമ്പോൾ ടെക്നോളജിക്കൽ നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ സമൂഹത്തിനെ പറ്റിയിട്ട്, അതിനാണല്ലോ നമ്മൾ എഡ്യൂക്കേഷണൽ സോഷ്യോളജി പഠിക്കുന്നത്. അതുപോലെ കുട്ടികളുടെ സൈക്കോളജിയെ പറ്റിയിട്ട് നല്ലൊരു അറിവുണ്ടായിരിക്കണം. നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടേതായ ഒരു ഫിലോസഫി വേണം. അതിനാണ് നമ്മൾ എഡ്യൂക്കേഷണൽ ഫിലോസഫി പഠിക്കുന്നത്. കാരണം നമുക്ക് നമ്മുടേതായ ഒരു ഫിലോസഫി ഉണ്ടെങ്കിലേ നമുക്ക് കുട്ടികൾക്ക് അവരുടേതായ ഒരു ഫിലോസഫി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതെല്ലാം സ്പെഷ്യലൈസ് ചെയ്യുന്ന നോളജ് തരുന്ന ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ മേജർ ആയിട്ടുള്ള 2 ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് BEdും MEdും ആണ്. BEd എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്. റൈറ്റ് നൗ ഇറ്റ് ഇസ് 2 years BEd and MEd. 2026 മുതൽ BEd and MEd becomes 1 year according to NCTE guidelines. NCTE ആണ് നോഡൽ ഏജൻസി ഫോർ ടീച്ചർ ട്രെയിനിങ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് പ്രീ സർവീസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രീ സർവീസ് ടീച്ചർ ട്രെയിനിങ്ങിന്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് NCTE ആണ്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ആൻഡ് ടീച്ചർ അല്ലെങ്കിൽ ബിക്കമിങ് എ ടീച്ചർ അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്, ഒരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സാണ്. നമ്മൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കുക. ചില ടീച്ചേഴ്സ് പറയാനുണ്ടോ, എനിക്ക് മടുത്തു, ഞാൻ എല്ലാ വർഷവും ഒരേ 8ാം ക്ലാസ് തന്നെയാണ് പഠിപ്പിക്കുന്നത്, വിച്ച് ഇസ് വെരി അൺപ്രൊഫഷണൽ ഓഫ് ഹർ. ബിക്കോസ് നമുക്ക് ഓരോ വർഷം എന്താണ്, പുതിയ കുട്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആസ് ടൈം ചേഞ്ചസ് അവരുടെ നീഡ്സ് വേറെയാണ്, അവരുടെ ചിന്താഗതികൾ വേറെയാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പുതിയ വർക്ക്ഷോപ്സും റിസർച്ചിനെ പറ്റിയൊക്കെ നല്ല ധാരണ ഉണ്ടെങ്കിൽ പുതിയ കുട്ടികളെ നമുക്ക് പഴയ കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമായിട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ചിലർ പറയാറുണ്ട് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ. അപ്പൊ ഒരു പുതിയ കുപ്പി ഉണ്ടാക്കുന്നത് അത്ര സിമ്പിൾ അല്ല എന്നുള്ളതാണ് ഒരു ടീച്ചർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. സോ നെക്സ്റ്റ് വൺ, ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ. ടീച്ചർ വെറും ഒരു നോളജ് ഗിവർ മാത്രമല്ല. ഇപ്പം അറ്റ് ദ 21st സെഞ്ചുറി ആസ് ടൈം പ്രോഗ്രസസ് ടീച്ചർ ഹാസ് ബിക്കം എ ഗൈഡ് ഓൾസോ. അല്ലാതെ മറ്റൊരുപാട് തലങ്ങളിൽ കുട്ടികളുമായിട്ട് ഒരു ഫ്രണ്ട് ആയിട്ടും ഒരു മെന്റർ ആയിട്ടും ഒരു സ്കെഫോൾഡർ ആയിട്ടും ഒക്കെ ആക്ട് ചെയ്യാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് ലൈഫ് ലോങ് ലേണിംഗ്. നമുക്ക് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു BEd ഡിഗ്രി എടുത്തുകൊണ്ട് നമ്മളൊരു ടീച്ചറായെന്ന് പറയാൻ പറ്റില്ല. വി ഹാവ് ടു കീപ്പ് ഓൺ ബ്രഷിങ് അപ്പ് അവർ സെൽസ്. അത് കണ്ടന്റ് നോളജ് ആയാലും പെഡഗോഗി ആയാലും എല്ലാം റെഗുലർ ആയിട്ട് നമ്മൾ അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ട അത്യാവശ്യം എന്തുണ്ട്, ടീച്ചിങ്ങിലുണ്ട്. നെക്സ്റ്റ് വൺ, സ്കിൽ ബേസ്ഡ് തിയറിറ്റിക്കൽ നോളജ്. സ്കിൽ ബേസ്ഡ് തിയറിറ്റിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് ഒരു ടീച്ചറിന് അത്യാവശ്യം. നമുക്ക് ലെസൺ പ്ലാനിങ് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഒരു ലെസൺ പ്ലാൻ ചെയ്യേണ്ടത്, ആ ലെസൺ പ്ലാനിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെ ലേണിംഗ് ഔട്ട്കംസ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് ഇൻസ്ട്രക്ഷണൽ സ്കിൽ. നമുക്ക് ക്ലിയർ ആയിട്ടൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് വേണം. സോ ദാറ്റ് ഇസ് ഇൻസ്ട്രക്ഷണൽ സ്കിൽസ്. അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരുന്നുണ്ട്, നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് വരുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്നവേറ്റീവ് എയ്ഡ് വരുന്നുണ്ട്, നമ്മുടെ ടീച്ചിങ് മെത്തേഡ് വരുന്നുണ്ട്. എല്ലാം ഇൻസ്ട്രക്ഷണൽ സ്കില്ലിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ക്വസ്റ്റ്യനിങ് സ്കിൽ. കുട്ടികളെ ക്വസ്റ്റ്യൻ ചോദിപ്പിക്കുക, അതുപോലെ നമ്മളും നല്ല ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കുക. സോ ദാറ്റ് വി കൻ ഇവാലുവേറ്റ് നമ്മുടെ എന്താണ് നമ്മൾ പഠിപ്പിക്കുന്ന രീതി ശരിയാവുന്നുണ്ടോ, കുട്ടികൾ പഠിക്കുന്ന രീതി ശരിയാവുന്നുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കാൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബെസ്റ്റ് കാര്യമാണ് ക്വസ്റ്റനിങ് എന്നുള്ളത്. സോ ക്വസ്റ്റനിങ് ഇസ് സംതിങ് ദാറ്റ് ടീച്ചർ ഷുഡ് ഹാവ് ആസ് എ സ്കിൽ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഇവാലുവേഷൻ സ്കിൽ. നമ്മൾ കുട്ടികളുടെ പ്രോഗ്രസ് അളന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ തന്നെ അളക്കാൻ പറ്റുള്ളൂ, കുട്ടികൾ റൈറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. സോ ഇവാലുവേഷൻ സ്കിൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ BEd തന്നെ അസസ്മെന്റ് എന്ന് പറഞ്ഞൊരു പേപ്പർ തന്നെ പഠിക്കുന്നുണ്ട്. ദെൻ നൗ അക്കോർഡിംഗ് ടു ദ 21st സെഞ്ചുറി ടെക്നോളജി വെച്ചിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. സോ ടെക്നോളജി ഇസ് സംതിങ് വി ഹാവ് ടു നോ. ഡിജിറ്റൽ ടൂൾസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയണം. അത്യാവശ്യം കുറച്ച് ആപ്സും അതുപോലെ ലാപ്ടോപ്പ് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ അറിഞ്ഞിരിക്കണം ടീച്ചേഴ്സ്. നെക്സ്റ്റ് വൺ ഇസ് അഡാപ്റ്റബിലിറ്റി. പല കുട്ടികളും പല ലേണിംഗ് സ്റ്റൈൽസിലുള്ളതാണ്. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഇവരെ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊരു ക്ലാസ്സിൽ കൊണ്ടുപോകാനുള്ള ഹെൽപ്പ് ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ഇസ് അനദർ സ്കിൽ ബേസ്ഡ് ഓൺ ടീച്ചേഴ്സ്. നെക്സ്റ്റ് വൺ, ടീച്ചർ കോമ്പീറ്റൻസി ആൻഡ് ടീച്ചർ അക്കൗണ്ടബിലിറ്റി. ടീച്ചർ കോമ്പീറ്റൻസി എന്ന് പറയുമ്പോൾ ടീച്ചറിന് കുറെ കാര്യങ്ങളിൽ നല്ല കോമ്പീറ്റന്റ് ആയിരിക്കണം. ഇങ്ങനെ ഡീപ്പായിട്ട് പോകുന്നില്ല, നമ്മൾ ഓൾറെഡി സംസാരിച്ച കാര്യങ്ങളാണ്. സബ്ജക്ട് മാറ്റർ, പെഡഗോഗി, ടെക്നോളജി, അസസ്മെന്റ്, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ. അത് മാത്രം ഞാനൊന്ന് പറയാം. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതിനോടൊപ്പം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ആസ് എ പ്രാക്ടീഷണർ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ആക്ഷൻ റിസർച്ച്.
സോ ഇൻ ദാറ്റ് സെൻസ് ആണ് ഇവിടെ റിസർച്ച് പറഞ്ഞിരിക്കുന്നത്. സോ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ക്ലാസ് റൂം. ഇന്നോവേഷൻ ഇൻ ദ സെൻസ് ദാറ്റ് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന ഒരു രീതി കുട്ടിക്ക് മനസ്സിലായില്ല, അപ്പൊ ഞാൻ പുതിയൊരു രീതി ഞാനായി കണ്ടുപിടിക്കുന്നു, ഉള്ള രീതിയിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയൊരു ഇന്നോവേറ്റീവ് ഐഡിയ ഞാൻ കണ്ടുപിടിക്കുന്നതിനാണ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ടീച്ചർ ഹാസ് ടു ബി കോമ്പിറ്റന്റ് in bringing new research and innovation into the classroom. Research in the sense action research, and innovation in the sense pedagogical innovations. നെക്സ്റ്റ് വൺ, ടീച്ചർ അക്കൗണ്ടബിലിറ്റി. ടീച്ചർ ആരോടൊക്കെയാണ് അക്കൗണ്ടബിൾ ആയിരിക്കുന്നത്? ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് തന്നിരിക്കും, ഇതിൽ ആരോടാണ് ടീച്ചർ അക്കൗണ്ടബിൾ അല്ലെങ്കിൽ ആരോടല്ല എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. സോ ടീച്ചർ ഇസ് മേജർലി അക്കൗണ്ടബിൾ ടു ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ദാറ്റ് ഇസ് സ്റ്റുഡൻസ്. സ്റ്റുഡൻസിനോട് അക്കൗണ്ടബിൾ ആണ്, കാരണം അവർക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുത്താലേ അടുത്ത തലമുറ നന്നാവും. നെക്സ്റ്റ് വൺ, ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദേ ആർ വർക്കിംഗ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂളോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കോളേജോ, വെയർ എവർ ആസ് എ ടീച്ചർ യു ആർ റെസ്പോൺസിബിൾ ടു ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. അവരുടെ കരിക്കുലം ആയാലും അത് തീർത്തു കൊടുക്കാനും, അതുപോലെ അവരുടെ മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ എന്താണ് ഒരു ലെവൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിനനുസരിച്ച് തന്നെ നമ്മൾ പെർഫോം ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് വൺ, ടു ദ സൊസൈറ്റി. ഒബ്വിയസ്ലി ടീച്ചറിന് വലിയ റെസ്പോൺസിബിലിറ്റിയാണ് സൊസൈറ്റിക്ക്, കാരണം സൊസൈറ്റിയുടെ നോംസ് ലൈക്ക് വാല്യൂസ്, എത്തിക്സ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം കുട്ടികളിൽ കൊണ്ടുവരേണ്ട ഒരു മേജർ റെസ്പോൺസിബിലിറ്റി ടീച്ചറിനുണ്ട്. ദെൻ ടു ദ പ്രൊഫഷൻ. നമുക്ക് ടീച്ചർ ആവാൻ തീരെ താല്പര്യമില്ല, എങ്കിലും എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടിയത് ഇതിലാണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ വേണ്ടാതെ നിൽക്കുന്നു, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി ടീച്ചേഴ്സ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ നമ്മുടെ ഭാവി തലമുറ എങ്ങനെയാവും എന്നുള്ളത്. അപ്പൊ സോ വി ഹാവ് ടു ഹാവ് ടീച്ചേഴ്സ് ഹു ആർ പ്രൊഫഷണൽ ആൻഡ് ഹാവ് അക്കൗണ്ടബിലിറ്റി ടുവേർഡ്സ് ദ പ്രൊഫഷൻ. ആൻഡ് thereafter പാരന്റ്സ്. സ്റ്റുഡൻസ് കഴിഞ്ഞാൽ അടുത്ത മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പാരന്റ്സ് ആണ്. പാരന്റ്സിനോട് നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്, കാരണം അവരോട് ട്രാൻസ്പെറന്റ് ആയിട്ട് സ്റ്റുഡന്റിന്റെ പ്രോഗ്രസിനെ പറ്റി, സ്റ്റുഡന്റിന്റെ ബിഹേവിയറൽ ചേഞ്ചസിനെ പറ്റി ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം വിത്തൗട്ട് ഹേർട്ടിങ് ദ ഫീലിങ്സ്, ബിക്കോസ് ദേ ആർ ദ വൺസ് ഹു ഹാവ് സെൻഡ് ദം ടു ദ സ്കൂൾ വിത്ത് എ ലോട്ട് ഓഫ് ട്രസ്റ്റ്. അപ്പൊ ആ ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വി ഹാവ് ടു ഹാവ് വെരി ട്രാൻസ്പാരന്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദം. നെക്സ്റ്റ് വൺ, അഡ്മിനിസ്ട്രേറ്റീവ് മോഡൽസ് ആണ്. നമുക്ക് എങ്ങനെയൊക്കെ സ്കൂളിൽ അഡ്മിനിസ്ട്രേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത ടോപ്പിക്. ഡിഫറെന്റ് മോഡൽസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ റിലവൻറ്റ് ടു എഡ്യൂക്കേഷൻ. സോ ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് ബ്യൂറോക്രാറ്റിക് മോഡലാണ്. ബ്യൂറോക്രാറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഹൈറാർക്കിയൽസ്. ഇപ്പൊ നമ്മൾ തന്നെ ബ്യൂറോക്രാറ്റ്സ്, നമ്മുടെ നാട്ടിലെ ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത് IAS ഓഫീസേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത്, ഹു ആർ ദ ടോപ്പ് ഓഫ് ദി എന്താണ് ഒരു മാനേജ്മെന്റ് സ്ട്രക്ചർ എന്ന് പറയാം. അതായത് ബ്യൂറോക്രാറ്റിക് മോഡൽ എന്ന് പറയുമ്പം ഏറ്റവും ടോപ്പിൽ ഒരാളുണ്ടായിരിക്കും, അയാളോട് റിപ്പോർട്ട് ചെയ്യുന്ന താഴെ വേറൊരാളുണ്ടായിരിക്കും, അയാളോട് താഴെ റിപ്പോർട്ട് ചെയ്യുന്ന വേറൊരാളുണ്ടായിരിക്കും, അങ്ങനെ ഫൈനലി റിപ്പോർട്ട് ചെയ്ത് ഒരു ഗ്രാസ് റൂട്ട് ലെവലിലെത്തും. അപ്പം സ്കൂളിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു, അപ്പം ഒരു കുട്ടി ആദ്യം പോയി റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആളോടായിരിക്കും. ആൻഡ് ദെൻ ഹീ വിൽ റിപ്പോർട്ട് ടു ദി ഹയർ അതോറിറ്റി. അവർക്കത് ഹാൻഡിൽ ചെയ്ത് എന്താണ് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് അതിന്റെ അടുത്ത ലെവലിലോട്ട് പോകും. ആൻഡ് ഫൈനലി ഇറ്റ് റീച്ചസ് ദ ടോപ്പ് മോസ്റ്റ് ലെവൽ, പ്രോബബ്ലി ദ മാനേജ്മെന്റ് ഓഫ് ദ സ്കൂൾ. അങ്ങനെയാണ് ബ്യൂറോക്രാറ്റിക് മോഡൽ വർക്ക് ചെയ്യുന്നത്, വിച്ച് ഇസ് ഹൈറാർക്കിയൽ സ്ട്രക്ചർ. അവിടെ ഫിക്സ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണും. അതായത് ഏറ്റവും ഇപ്പൊ ഒരു കംപ്ലൈന്റ് പോകേണ്ടത് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലായിരിക്കും, അവരെ കൊണ്ട് അത് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ലെവൽ, അതിന് കഴിഞ്ഞാൽ അടുത്ത ലെവൽ, അങ്ങനെ എവിടെ വെച്ചാണോ അത് സോൾവ് ചെയ്യാൻ പറ്റുന്നത് ദെൻ ഇറ്റ് ഗോസ് ഡൗൺ. ഒരു മേജർ ഡ്രോബാക്ക് ഓഫ് ബ്യൂറോക്രാറ്റിക് മോഡൽ ഇൻ സ്കൂൾസ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഇഷ്യൂ വന്നാൽ ഇതിങ്ങനെ ഓരോരുത്തരുടെ ബെഞ്ചിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് പോയി പിന്നെ അവിടെ നിന്ന് ഒരു ഇത് വന്നിട്ട് താഴോട്ട് വന്ന് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ആക്ച്വലി ഈ ബ്യൂറോക്രാറ്റിക് മോഡൽസ് യൂണിവേഴ്സിറ്റിയിൽ ഫോളോ ചെയ്യുന്ന ഒരു മോഡലാണ്. അതാണ് നമ്മളിപ്പം ഏതെങ്കിലും ഒരു സെക്ഷനിൽ പോയി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും രജിസ്ട്രാർ വന്നിട്ടില്ല, അല്ലെങ്കിൽ രജിസ്ട്രാറിന്റെ അവിടെ ആ പേപ്പർ പോയിട്ട് എന്തെങ്കിലും വർക്ക് ആയില്ലെങ്കിൽ നെക്സ്റ്റ് VC എടുത്തായിരിക്കും പോകുന്നത്. ആൻഡ് ദെൻ ഇറ്റ് ഡസൻ വർക്ക്. അപ്പം VCക്ക് ചിലപ്പോൾ എന്തെങ്കിലും അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ് കംസ് ബാക്ക് ടു ദ സെക്ഷൻ അഗൈൻ. അങ്ങനെ എന്നിട്ട് ആ സെക്ഷനിൽ ഒരു ക്ലർക്ക് ആയിരിക്കും നമ്മുടെ ആ കംപ്ലൈന്റുമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. സോ വി ഡോണ്ട് ഹാവ് എ ഡയറക്റ്റ് ആക്സസ് ടു ദി ഹയസ്റ്റ് പോയിന്റ്, ബട്ട് നമ്മളിങ്ങനെ ഓരോ ലെവൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് മുകളിലോട്ടും താഴോട്ടും കമ്മ്യൂണിക്കേഷൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഡിലേഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കും ബ്യൂറോക്രാറ്റിക് മോഡലിലുള്ളത്. ഞാൻ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും താമസം എടുക്കുന്ന അല്ലെങ്കിൽ ടൈം കൺസ്ട്രെയിൻസിന് യാതൊരു പ്രാധാന്യവും ഇല്ലാത്തൊരു മോഡൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഏതാണ്? ബ്യൂറോക്രാറ്റിക് മോഡലാണ്. നമ്മുടെ ഗവൺമെന്റ് എഡ്യൂക്കേഷൻസിൽ
എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാട്ട് എവർ ഇറ്റ് ബി, ഗവൺമെന്റ് കോളേജ് ആയാലും എന്തായാലും, അതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റീസ്, നമ്മുടെ ഗവൺമെന്റ് ഇറ്റ് സെൽഫ്. ഇപ്പൊ IASകാരുടെ അടുത്ത് അല്ലല്ലോ നമ്മൾ ഡയറക്റ്റ് കംപ്ലൈന്റ് കൊടുക്കുന്നതിന്, മീൻസ് നോട്ട് IAS, ഐ മീൻ ഡയറക്റ്റ് നമ്മൾ മിനിസ്റ്ററിന് കംപ്ലൈന്റ് കൊടുക്കുന്നതിന് വരെ നമ്മൾ ആ സെക്ഷനിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ആയിരിക്കും കൊടുക്കുന്നത്. ദെൻ ഇറ്റ് ഗോസ് അപ്പ് ആൻഡ് അപ്പ്. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. സോ ദ നെക്സ്റ്റ് വൺ ഇസ്, I think we also have direct access to all these people, but still you will need some kind of എന്താണ് ഒരു അപ്പർ ഹാൻഡ്, അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ഒരു പേഴ്സണൽ കണക്ഷൻ ഒക്കെ വേണം. ആസ് എ നോർമൽ പേഴ്സൺ you will only go and complain to this section, and then it goes from there upwards and comes down. ഒരുപാട് സമയം എടുക്കുന്ന പ്രോസസ്. നെക്സ്റ്റ് വൺ, ഡെമോക്രാറ്റിക് ആൻഡ് പാർട്ടിസിപ്പേറ്ററി മോഡൽ. ഹിയർ ഷെയർഡ് ഡിസിഷൻസ് ആർ മെയ്ഡ്. കൊളാബറേഷൻ ബിറ്റ്വീൻ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, അഡ്മിനിസ്ട്രേഷൻ. പൊതുവെയുള്ള പ്രൈവറ്റ് സ്കൂൾസിൽ ഒരു ഡെമോക്രാറ്റിക് ആൻഡ് പാർട്ടിസിപ്പേറ്ററി മോഡലാണ് സാധാരണ ഫോളോ ചെയ്ത് വരാറുള്ളത്. അതായത് സ്റ്റുഡൻസിന് അവരവരുടേതായ ചില തീരുമാനങ്ങൾ എടുക്കാൻ, ഫോർ എക്സാമ്പിൾ സ്കൂൾ കൗൺസിൽ, അതിൽ കുട്ടികൾക്ക് തീരുമാനം എടുക്കാൻ ഒരു അവസരം കൊടുക്കുക. അങ്ങനെ ഒരു രീതിയിലുള്ള അവരവരുടേതായ ലെവൽസിൽ അവരവർക്ക് തീരുമാനം. ഇപ്പൊ ടീച്ചേഴ്സിന് തന്നെ ടീച്ചേഴ്സിൻ്റെതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് കാണും. അപ്പൊ ടീച്ചേഴ്സിന്റെ ബേസിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ആയിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. ആൻഡ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ഇവരെല്ലാവരുടെയും എന്താണ് ഒരു കൊളാബറേഷൻ കാണും, അവരുടെ സജഷൻസ് കാണും അഡ്മിനിസ്ട്രേഷന്റെ ഫ്രണ്ടിൽ. ആൻഡ് ദാറ്റ്സ് ഹൗ ദി സ്കൂൾ വർക്ക്സ്. അതായത് സ്കൂൾ കൗൺസിൽ, പാരന്റ് ടീച്ചർ അസോസിയേഷൻ, ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന സ്കൂൾസിനെയാണ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേറ്റീവ് മോഡൽ എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെന്റ് സ്കൂൾസ് എല്ലാം ഒരു പരിധി വരെ ഡെമോക്രാറ്റിക് ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് മോഡലിലാണ് വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് മോസ്റ്റ് ഗവൺമെന്റ് സ്കൂൾസിൽ PTA ഹാസ് എ വെരി ഹൈ അപ്പർ ഹാൻഡ്. ആൻഡ് PTA ആൾക്കാരെന്ന് പറയുന്നത് അച്ഛനമ്മമാരാണ്. അവരുടെ അഭിപ്രായം ഹാഫ് ഓഫ് ഇറ്റ് കംസ് ഫ്രം ദ സ്റ്റുഡൻസ്. അങ്ങനെ മൊത്തത്തിൽ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേറ്റീവ് മോഡലിൽ നടക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ട്രാൻസ്ഫോർമേഷണൽ മോഡൽ. ട്രാൻസ്ഫോർമേഷണൽ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇന്നവേറ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻസ്പയറിംഗ് ലീഡർഷിപ്പ് ടു ബ്രിങ് എഡ്യൂക്കേഷണൽ റിഫോംസ്. നമുക്കിപ്പം നമ്മുടെ ചുറ്റുമുള്ള സ്കൂൾസിൽ NEP 2020 അഡോപ്റ്റ് ചെയ്യുന്ന ഒരു വലിയ ട്രാൻസ്ഫോർമേഷണൽ മോഡലാണ് അക്കോർഡിംഗ് ടു ദി അഡ്മിനിസ്ട്രേഷൻ. ബിക്കോസ് നമ്മുടെ സ്ട്രക്ചറിൽ തന്നെ ചേഞ്ച് വരികയാണ്. 10+2 മാറിയിട്ട് ഇപ്പൊ 5+3+3+4 ആയിട്ട് മാറാൻ പോവുകയാണ്. അപ്പൊ അതൊക്കെ ഒരു ഹ്യൂജ് ചേഞ്ച് ആണ് നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നത്. നോട്ട് ജസ്റ്റ് ഇപ്പോഴുള്ള ഒരു ഫോം ഓഫ് എന്താണ് ലീഡർഷിപ്പ് മോഡൽസ് മാത്രമല്ല, എല്ലാം മാറും. ഇപ്പൊ വരെ നമുക്കറിയാം 10ാം ക്ലാസ് വരെ നമുക്ക് ഉള്ളത് ഹെഡ് മാസ്റ്ററും അത് കഴിഞ്ഞ് പ്രിൻസിപ്പലും ആണ്. വൺസ് നമ്മുടെ NEP 2020 വരുമ്പോഴത്തേക്കും ദർ വിൽ ബി എ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ്ലി, ബിക്കോസ് leadership structure will completely change. And there is transactional models based on rules, supervision and performance evaluation. A transactional model എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there will be some people who will be continuously monitoring teachers ആയാലും സ്റ്റുഡൻസ് ആയാലും അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയാലും എല്ലാവരുടെയും പെർഫോമൻസ് ഇങ്ങനെ റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് അങ്ങനെ ട്രാൻസാക്ഷണൽ മോഡലിൽ പോകുന്ന ഒരു സ്കൂളാണെങ്കിൽ ഭയങ്കര ഹൈ പ്രഷർ ആയിരിക്കും ടീച്ചേഴ്സിന്റെ മണ്ടയിൽ ടു ഓൾവേസ് കീപ്പ് ഓൺ പെർഫോമിങ്. ആൻഡ് അവരുടെ പെർഫോമൻസ് അനുസരിച്ച് മാത്രമേ അവർക്ക് അവിടെ ഒരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ സ്റ്റുഡൻസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ട്രാൻസാക്ഷണൽ മോഡലിൽ കുട്ടികളുടെ പെർഫോമൻസ് വളരെ വീക്കായ ചില സ്കൂളുകൾ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട്. ദേ ആസ്ക് ദ സ്റ്റുഡൻസ് ടു ഗോ ടു അനദർ സ്കൂൾ. നിങ്ങൾ ഈ സ്കൂളിന്റെ പെർഫോമൻസിന്റെ ആ ഒരു ലെവൽ അനുസരിച്ച് ഈ കുട്ടി പെർഫോം ചെയ്യുന്നില്ല, സോ ടേക്ക് ഹർ ടു അനദർ സ്കൂൾ എന്നോ ടേക്ക് ഹിം ടു അനദർ സ്കൂൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ സ്കൂൾ ഫോളോ ചെയ്യുന്നത് ട്രാൻസാക്ഷണൽ മോഡൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. Next one is contingency model, which is a flexible administration based on situational needs. ഇപ്പൊ നമ്മുടെ സ്കൂളില് ഇപ്പൊ പെട്ടെന്നൊരു ദിവസം ഒരു മണ്ണിടിച്ചിലുണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളില് കുറച്ച് അമ്യൂണിറ്റീസിന് എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ ഉണ്ടായാൽ നമ്മൾ ആ സ്കൂളിനെ മാനേജ് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ ആ എമർജൻസിയെ ബേസ് ചെയ്ത് ആ സിറ്റുവേഷനെ ബേസ് ചെയ്തുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ നമ്മൾ അവിടെ കാഴ്ചവെച്ചാലേ സ്കൂൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ സാധാരണ നോർമലായിട്ട് നടക്കുന്ന രീതിയിൽ നമുക്ക് സ്കൂൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഒരു വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ COVID-19 സമയത്ത് നമ്മൾ റിമോട്ട് ലേണിംഗ്, അതായത് TV-യിലൂടെയും ഫോണുകളിലൂടെയും ലാപ്ടോപ്പിലൂടെയും ഒക്കെ നമ്മൾ ലേണിംഗ് പ്രൊമോട്ട് ചെയ്തത് കണ്ടിജൻസി മോഡലിന്റെ ഒരു വലിയ എക്സാമ്പിൾ ആണ്. ബിക്കോസ് അപ്പൊ നമുക്കൊരു വലിയ വിപത്ത് വന്നിരിക്കുകയാണ്. ആ വിപത്തിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എല്ലാ സ്കൂൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് മോഡൽസും അതിനനുസരിച്ച് മാറ്റേണ്ടി വരും. So that is contingency model for you.
നെക്സ്റ്റ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ഓഫ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സ് എന്തൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ആണ് പ്ലേ ചെയ്യുന്നത്? സോ ടീച്ചർ പ്ലേസ് എ വെരി ക്രൂഷ്യൽ റോൾ ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഫസ്റ്റ് വൺ പ്ലാനർ ആണ്. സ്വന്തം ലെസൺ പ്ലാൻ ഡിസൈൻ ചെയ്യുക, അസസ്മെന്റ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഒരു ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്ലാനിങ്ങിന്റെ ആവശ്യമുണ്ട് അല്ലെ. ആ ക്ലാസ്സിനെ സംബന്ധിച്ച് ഒരുപാട് ഡേറ്റ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനനുസരിച്ച് ആ ക്ലാസ്സിന്റെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അതല്ലാതെ സ്വന്തം സബ്ജക്ട് പഠിപ്പിക്കുന്നതിന്റെ ലെസൺ പ്ലാൻ, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് പ്ലാനിങ് ടീച്ചറിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ, ഷീ ഈസ് ഓൾസോ എൻ ഓർഗനൈസർ അല്ലെ. ഒരുപാട് ഷീ എന്ന് പറയുന്നത് വിഷമം തോന്നരുത് ടു ദോസ് മെൻ ഹു ആർ സീയിങ് ദിസ് വീഡിയോ. അറിയാതെ വന്നു പോകുന്ന കേട്ടോ. സോ ഹി ഓർ ഷീ ഈസ് ഓൾസോ എൻ ഓർഗനൈസർ. നമുക്ക് ക്ലാസ് റൂം ഡിസിപ്ലിൻ ഓർഗനൈസ് ചെയ്യേണ്ടതുണ്ട്. ഇവന്റ്സ്, അക്കാഡമിക് ഷെഡ്യൂൾസ്, ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന ഒരു പേഴ്സൺ കൂടെയാണ് ടീച്ചർ. നെക്സ്റ്റ് വൺ, ഷീ ഈസ് എ ലീഡർ. ഹി ഈസ് എ ലീഡർ ഗൈഡിങ് സ്റ്റുഡൻസ് ആൻഡ് ആക്ടിങ് ആസ് എ റോൾ മോഡൽ അല്ലെ. എല്ലാ ടീച്ചേഴ്സും ലീഡേഴ്സ് ആണ്. കാരണം നമ്മൾ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടികളെ കുറെയൊക്കെ പുഷ് ചെയ്യേണ്ടിയും അവരെ ഒരു തീരുമാനം നമ്മളാണ് എടുക്കുന്നത്, എന്നിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിക്കുകയാണ് പലപ്പോഴും നമ്മൾ ആസ് എ ലീഡർ ഇൻ സ്കൂൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് എ ഫെസിലിറ്റേറ്റർ. ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കാഡമിക്കലിയും ഇമോഷണലിയും കുട്ടിക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ, വി ആർ ഓൾസോ ഇവാലുവേറ്റേഴ്സ്. നമ്മൾ കുട്ടിയെ അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ പെർഫോമൻസിന് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ വി ആർ ഓൾസോ എ ലേസൺ ആക്ടിങ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ സ്റ്റുഡൻസ്, പാരന്റ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളെ നമ്മളാണ് ആക്ച്വലി ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദി സ്റ്റുഡന്റ് ആൻഡ് ദ പാരന്റ്, ബിറ്റ്വീൻ ദി പാരന്റ് ആൻഡ് ദി അഡ്മിനിസ്ട്രേഷൻ. കാരണം നമ്മൾ PTA മീറ്റിങ്ങിന് നമ്മൾ സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് പാരന്റ്സിന് പറഞ്ഞു കൊടുക്കുകയാണ്. പാരന്റ്സ് അവരെ പറ്റി പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ട് നമ്മൾ ക്ലാസ് റൂമിൽ അവരെ അഗെയിൻ വി കീപ് മോർ എന്താണ് we are more open to the student after we hear a lot of feedback from the parent. Then administration എന്താണോ പറയുന്നത് അത് പാരന്റ്സിനോടും സ്റ്റുഡൻസിനോടും എത്തിക്കുന്നത് നമ്മൾ ടീച്ചേഴ്സ് തന്നെയാണ്. സോ നെക്സ്റ്റ് we will be discussing leadership roles. അപ്പം എൻ്റെ സൈഡിൽ നിന്ന് ഈ ലീഡർഷിപ്പ് റോൾസ് എന്ന് പറഞ്ഞ ആ ഒരു പോർഷന് ഒരു സ്റ്റാർ ഇട്ട് വെച്ചോ, കാരണം ഇതിനകത്തുനിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ. നമ്മളുടെ ഉള്ളിലുള്ള ഒരു എബിലിറ്റീനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെ അനുസരിച്ച് നമുക്ക് പല രീതിയിലുള്ള ലീഡർഷിപ്പ് എടുക്കേണ്ടി വരും. അപ്പം നമുക്ക് ടൈപ്സ് ഓഫ് ലീഡർഷിപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് മേജർലി 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഈ 3നെ പറ്റിയിട്ടും ക്വസ്റ്റ്യൻ വരാറുണ്ട്. എല്ലാ പ്രാവശ്യവും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഫ്രം ദിസ് ടോപ്പിക് വി ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് വൺ ഇസ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. അതായത് ഇവിടെ ലീഡർ ആണ് ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നത് ആൻഡ് ദർ ഇസ് നോ ഇൻപുട്ട് ഫ്രം അതേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു കുഞ്ഞു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കണം, നമുക്ക് ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യണം, അത് എങ്ങനെ ആയിരിക്കണം, അവിടെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ടീച്ചർ ആയിരിക്കും മേജർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നത്. അപ്പം ദി ടീച്ചർ ഇസ് എക്സിബിറ്റിംഗ് എൻ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. ആൻഡ് കുഞ്ഞു പിള്ളേരല്ലേ, അവർക്ക് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനോ കാണില്ല. അപ്പം നമ്മൾ അവർക്ക് ഡയറക്ഷൻസ് കൊടുത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇൻ എ വെരി ലോ അല്ലെങ്കിൽ ഒരു എലമെന്ററി ക്ലാസ്സിലൊക്കെ ടീച്ചർ മോസ്റ്റ്ലി എക്സിബിറ്റ്സ് ആൻ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. നെക്സ്റ്റ് വൺ പിന്നെ അതുപോലെ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിന്റെ ഒരു വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് നമ്മൾ ഹയർ ക്ലാസ്സിലോട്ട് പോവുകയാണെങ്കിൽ അതിൽ ഒരു ടീം സ്പിരിറ്റ് ഇല്ല. ടീച്ചർ ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നു, പിള്ളേർ അതുപോലെ ചെയ്യുന്നു, അങ്ങനെയല്ലല്ലോ. വലിയ കുട്ടികളാവും തോറും ദേ ഹാവ് ടു ബി മോർ ഇൻവോൾവ് ഇൻ ദ വർക്ക് ആൻഡ് ആസ് വെൽ ആസ് ക്രിയേറ്റിവിറ്റി. അതിനെ എല്ലാത്തിനെയും കുട്ടികളുടെ സൈഡിലുള്ള ക്രിയേറ്റിവിറ്റിനെ നശിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ആണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, ഇഫ് അറ്റ് ഓൾ ദ ടീച്ചർ ടേക്സ് അപ്പ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. നെക്സ്റ്റ് വൺ ഇസ് ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ്. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്നേ ചോദിക്കില്ല, പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഡോണ്ട് ഗെറ്റ് ഫ്ലോഡ്. ആൻഡ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥവും. സോ ഹിയർ ലീഡർ എന്ന് പറയുന്നത് വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ഷീൽ ബി ആസ്കിങ് ദി സ്റ്റുഡൻസ് അബൌട്ട് ഹൗ ടു ഡു തിങ്സ്. അവരുടെയും കൂടെ എന്താണ് സജഷൻസ് ഡിസിഷൻ മേക്കിങ്ങിൽ ഉൾപ്പെടുത്തുന്ന ആളാണ്. എൻകറേജസ് കൊളാബറേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇന്നവേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു UP സെക്ഷനിലുള്ള ഒരു കുട്ടികളോട് ഒരു അസൈൻമെന്റ് വെക്കാൻ പറയുന്നു. അപ്പം യു ആസ്ക് ദം, നിങ്ങൾക്ക് എന്താണ് വെക്കാൻ സൗകര്യം, നിങ്ങൾക്ക് എത്ര സമയം വേണം, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ അസൈൻമെന്റിൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല നിങ്ങൾക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കുട്ടികളോട് ചോദിക്കുകയും അവരുടെ കാര്യങ്ങളിൽ
അവരുടെ കുറെ സജഷൻസും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ദെൻ ഇറ്റ് ഇസ് കോൾഡ് എ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് ദെയർ ബൈ ദ ടീച്ചർ. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുപാട് പേരുടെ സജഷൻസ് വരുമ്പോഴത്തേക്കും അതെല്ലാം കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സമയക്കുറവ്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് എൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയുടെ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പിൽ വരാറുണ്ട്. ആൻഡ് ദെൻ ദർ ഇസ് ലേസി ഫ്രെയർ ലീഡർഷിപ്പ്. നമ്മളൊരു ഹയർ എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവ് +1 +2 കോളേജ് അവിടെയൊക്കെ ശരിക്കും നമ്മളൊരു ലേസി ഫ്രെയർ ലീഡർഷിപ്പ് ആണ് ടീച്ചർ എടുക്കേണ്ടത്. ബിക്കോസ് യു വിൽ ജസ്റ്റ് ബി സൂപ്പർവൈസിങ് ആൻഡ് ദ സ്റ്റുഡൻസ് വിൽ ബി ടേക്കിംഗ് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡൂയിങ് തിങ്സ്. ഇപ്പൊ നമ്മൾ BEd തന്നെ ടീച്ചേഴ്സ് നമ്മളോട് പറയാണ്, നാളെ ഒരു ഡേ ഉണ്ട്, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തോണം, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ സൂപ്പർവൈസ് ചെയ്തോളാം എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ ലേസി ഫെയർ ലീഡർഷിപ്പ്. നമ്മൾ ഒരു ഹയർ എഡ്യൂക്കേഷൻ ലെവൽ, എസ്പെഷ്യലി +1 +2 കോളേജ് ലെവലിലൊക്കെ എത്തുമ്പോൾ കുട്ടികളെ കൊണ്ട് തന്നെ പലതും ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക, സോ ദാറ്റ് ദേ വിൽ ഗെറ്റ് ദറ്റ് എന്താണ് ഒരു സ്കിൽ ടു ഡു തിങ്സ് ബൈ ദംസെൽസ്. അപ്പം അതിന് നമ്മൾ അറ്റ് ദാറ്റ് പോയിന്റ് ടീച്ചർ ഇസ് ബെസ്റ്റ് ബീയിങ് എ ലേസി ഫ്രെയർ ലീഡർ വേർ ദർ ഇസ് മിനിമൽ ഡയറക്റ്റ് സൂപ്പർവിഷൻ. നീ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നൊന്നും പലപ്പോഴും ഹയർ എഡ്യൂക്കേഷനിലെ ടീച്ചർ പറയാറില്ല. എടാ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നിങ്ങൾ ചെയ്തോണേ. മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ ഒന്ന് നോക്കും, ഒരു ഫ്രെയിംവർക്കിനകത്താണോ നോക്കുക, അപ്രൂവ് ചെയ്യുക, അത് മാത്രമേ ടീച്ചറിന്റെ ഭാഗത്തു നിന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവിടെ ടീം മെമ്പേഴ്സ് ആണ് മേജർ ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. അതുപോലെ ഒരു എഫക്റ്റീവ് ടീം ബിൽഡ് ചെയ്യാൻ നമുക്ക് ലേസി ഫ്രെയർ ലീഡർഷിപ്പ് വളരെ അത്യാവശ്യമാണ്. ചില സമയത്ത് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കുട്ടികളിൽ അസൈൻ ചെയ്തിട്ട് മാറി നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവാനോ, അല്ലെങ്കിൽ അവർക്കൊരു ലാക്ക് ഓഫ് ഡയറക്ഷൻ ഉണ്ടാവാനോ, ഓ ഇങ്ങനെ ആയിരുന്നു പോകേണ്ടത്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലാതെ ഡീവിയേറ്റ് ചെയ്ത് പോകാനോ ഒക്കെ ഉള്ള ചാൻസ് ലേസി ഫ്രെയർ ലീഡർഷിപ്പിൽ ടീച്ചർ അങ്ങനെ ഒരു ലേസി ഫ്രെയർ ലീഡർഷിപ്പ് എടുക്കുമ്പോൾ ഉണ്ട്. ബട്ട് ഹയർ എഡ്യൂക്കേഷനിൽ വി മോസ്റ്റ്ലി പ്രൊമോട്ട് ദാറ്റ്. നെക്സ്റ്റ് വൺ, ഒബ്ലിഗേഷൻസ് ടു സ്റ്റുഡൻറ്, പാരന്റ്സ് ആൻഡ് സൊസൈറ്റി. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. സ്റ്റുഡൻസ്, പാരന്റ്സ്, സൊസൈറ്റി കാണും, വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷനും കൂടെ കാണും. ഇതിൽ ആരോടാണ് ടീച്ചറിന് എന്താണ് ഒബ്ലിഗേഷൻ ഇല്ലാത്തത് അല്ലെങ്കിൽ ഉള്ളത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഓക്കെ, സോ അപ്പം ABCD ABCB അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ സ്റ്റുഡൻസ്, പാരന്റ്സ് ആൻഡ് സൊസൈറ്റിയോട് ടീച്ചറിന് എന്തുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെയാണ് പ്രൊഫഷനോടും കൊളീഗ്സിനോടും ഇൻസ്റ്റിറ്റ്യൂഷനോടും ഒബ്ലിഗേഷൻസ് ഉണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്. സോ സ്റ്റുഡൻസിനോടുള്ള ഒബ്ലിഗേഷൻ എന്താണെന്ന് വെച്ചാൽ മേജറായിട്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക, കുട്ടികളിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഫോസ്റ്റർ ചെയ്യുക, അതുപോലെ അവർക്ക് സന്തോഷവും സമാധാനവും സേഫും ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക, അവർക്കൊരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, വെറുതെ അക്കാഡമിക് മാത്രമല്ല മോറൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിന് എൻകറേജ്മെന്റ് കൊടുക്കുക. അതുപോലെ യു ഷുഡ് ഓൾസോ പ്രൊട്ടക്ട് സ്റ്റുഡൻസ് റൈറ്റ് ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. കുട്ടികൾ എന്തെങ്കിലും നമ്മളെ ഒരുപാട് വിശ്വസിച്ചു വന്ന് എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ അതിനെ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ഇടുകയോ അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസിനെ അറിയിക്കുകയോ അത് വലിയ പ്രശ്നമൊക്കെ ഒന്നും ചെയ്യരുത്. അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യുക, അതുപോലെ അവരുടെ റൈറ്റ്സ് എന്താണെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മുടെ ഒബ്ലിഗേഷൻസ് ആണ്. ആൻഡ് ഓൾസോ ഡൈവേഴ്സ് ലേണിംഗ് നീഡ്സ് ഉള്ള സ്റ്റുഡൻസ് ആണ് ഇപ്പൊ നമുക്ക് മേജർ ആയിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന മൾട്ടിപ്പിൾ ഇന്റലിജൻസസ്. അപ്പൊ അവരെ എല്ലാവരും കേറ്റർ ചെയ്യുന്ന രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതും നമ്മുടെ ഒബ്ലിഗേഷൻ ആണ്. നെക്സ്റ്റ് വൺ ഇസ് ദി ഒബ്ലിഗേഷൻ ടു പാരന്റ്സ് വെർ വി മെയിൻറ്റെയിൻ എ ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യണം, അവരോട് കുട്ടികളെ പറ്റി വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് അതേസമയം അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കാൻ നമ്മൾ ശ്രമിക്കണം. വി ഷുഡ് അഡ്രസ് പാരന്റൽ കൺസേൺസ് വിത്ത് പ്രൊഫഷണലിസം. വളരെ പ്രൊഫഷണൽ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പാരന്റൽ കൺസേൺസ് കൈകാര്യം ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത് വിത്തൗട്ട് ഹേർട്ടിങ് ദം എന്നുള്ളത്. എൻകറേജ് പാരന്റൽ ഇൻവോൾവ്മെന്റ്. കുട്ടിയുമായിട്ടുള്ള കുട്ടിയുടെ ലേണിംഗ് ആക്ടിവിറ്റീസിൽ പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് നിർബന്ധമാക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ദെൻ ഓൺലി ദി സ്റ്റുഡന്റ് ഓൾസോ ഗെറ്റ്സ് എ ഫീലിംഗ് ദറ്റ് ഞാൻ വീട്ടിലും മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം. ദെൻ പ്രൊമോട്ട് എ പാർട്ട്ണർഷിപ്പ് അപ്രോച്ച്. അതായത് സ്റ്റുഡന്റ് മാത്രമല്ല പാരന്റ്സും കൂടെ ഇൻവോൾവ് ആയിട്ട് വേണം കുട്ടിയുടെ ഡെവലപ്മെന്റ് നടക്കാൻ. അപ്പം അവർക്കും കൂടെ എന്താണ് കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അസൈൻമെന്റ്സോ പ്രോജക്ട്സോ ഒക്കെ കൊടുക്കുക. നെക്സ്റ്റ് വൺ ഇസ് ദി ഒബ്ലിഗേഷൻ ടു സൊസൈറ്റി. സൊസൈറ്റിക്ക് ചില എത്തിക്കൽ വാല്യൂസ് ഉണ്ട്, അവർക്ക് ചില സോഷ്യൽ നോംസ് ഉണ്ട്. അത് നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. ആൻഡ് ഓൾസോ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. കുട്ടികളുടെ ആക്ടിവിറ്റീസിലൂടെ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും നമ്മുടെ ഒബ്ലിഗേഷൻ ആണ്. ജെൻഡർ ഇക്വാളിറ്റി, സസ്റ്റൈനബിലിറ്റി, ഡിജിറ്റൽ ലിറ്ററസി, ഇതൊക്കെ സോഷ്യൽ ഇഷ്യൂസ് ആണ്. ഇതിനെല്ലാം നമുക്ക് അഡ്രസ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പ് ആൻഡ് റോൾ മോഡൽ ആരായിരിക്കണം, നമ്മൾ തന്നെ ആയിരിക്കണം. വി ഷുഡ് സെർവ് ആസ് എ ഗുഡ് റോൾ മോഡൽ. ആൻഡ് കുട്ടികളിൽ റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പ്
ബേസിക്കലി ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്. എല്ലാ മതങ്ങളെയും എല്ലാ ജെൻഡറിനെയും എല്ലാ കാസ്റ്റിനെയും ഒക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഇൻഡിവിജ്വൽസ് ആയിട്ട് അവരെ വളർത്തുക എന്നുള്ളതും നമ്മുടെ തന്നെ ഒബ്ലിഗേഷൻ ആണ് ടു ദ സൊസൈറ്റി. നെക്സ്റ്റ് വൺ, കമ്പോണൻസ് ഓഫ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ്. റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്താണ്? നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുന്നതിനാണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറയുന്നത്, അല്ലെ? അതിന്റെ കീ കമ്പോണൻസ് എന്തൊക്കെയാണ്? നമ്മൾ സെൽഫ് അവെയർ ആയിരിക്കണം, നമ്മുടെ സ്ട്രെങ്സും നമ്മുടെ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് ക്രിട്ടിക്കൽ അനാലിസിസ്. നമ്മൾ പഠിപ്പിച്ചു, പിള്ളേർ എന്തൊക്കെയോ പഠിച്ചു, ഞാൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു, അങ്ങനെയല്ല. നമ്മുടെ ടീച്ചിങ് മെത്തേഡ്സ് ഓക്കെ ആണോ? കുട്ടികൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്തു? ലേണിംഗ് ഔട്ട്കംസ് മീറ്റ് ചെയ്തു? ഇതെല്ലാം നോക്കേണ്ടത് എന്താണ്? നമ്മുടെ എസെൻഷ്യൽ എന്താണ് ഒരു റിഫ്ലക്റ്റീവ് പ്രാക്ടീസിന്റെ കമ്പോണന്റ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. കുട്ടിക്ക് എക്സ്പീരിയൻസോട് കൂടിയാണോ പഠിക്കാൻ സാധിച്ചത്? പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യുക? അത് ബെറ്റർ ചെയ്യുക. അതുപോലെ ഫീഡ്ബാക്ക് ആൻഡ് ഇന്റഗ്രേഷൻ. കുട്ടികളോട് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഏതെങ്കിലും ഒരു കൊളീഗിന്റെ അടുത്ത് വന്നിരുന്ന് ഒബ്സർവ് ചെയ്യാൻ പറയുക. അല്ലാതെ നമ്മൾ സെൽഫ് ഒബ്സർവും കൂടെ ചെയ്യണം, ഹൗ വി പെർഫോം ഇൻ ദ ക്ലാസ്. ആൻഡ് ദെൻ വി ഷുഡ് ഓൾസോ ഹാവ് ആൻ ആക്ഷൻ ഓറിയന്റഡ് അപ്രോച്ച്, വേർ നമ്മൾ ഇത് ചുമ്മാ ചിന്തിച്ചാൽ മാത്രം പോരാ, ഫൈനലി വി ഹാവ് ടു ഇംപ്ലിമെന്റ് ദ ചേഞ്ചസ് ബേസ്ഡ് ഓൺ റിഫ്ലക്ഷൻ. ഇനി ഇതിന്റെ ബാക്കി പത്രമായിട്ട് നമുക്ക് മോഡൽസ് ഓഫ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസും കൂടെ പഠിക്കണം. ഇത് നമ്മുടെ നിങ്ങളുടെ സിലബസിനകത്ത് ആകെ റിഫ്ലക്റ്റീവ് പ്രാക്ടീസിന്റെ എലമെന്റ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഐ ഹാവ് ആഡഡ് ദീസ് ടു ബിക്കോസ് ഇതെന്തായാലും എക്സാമിന് കാണും. സോ എന്റെ പാർട്ടിയിൽ നിന്ന് ഇതിന് വേണമെങ്കിൽ ഒരു സ്റ്റാറോ എന്താണോ നിങ്ങൾ എന്താണ് ഇമ്പോർട്ടന്റ് ആണെന്ന് വിചാരിക്കുന്നത് അത് ഇട്ട് വെച്ചോളൂ. സോ ആദ്യം തന്നെ ഷോണിന്റെ മോഡലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഐ തിങ്ക് എവറിബഡി ഈസ് പ്രിറ്റി ഫെമിലിയർ വിത്ത് ഷോൺസ് മോഡൽ. ഷോൺ മേജർലി 2 ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ ആണ് ഉണ്ടെന്ന് പറഞ്ഞത്. ഒന്ന് റിഫ്ലക്ഷൻ ഇൻ ആക്ഷൻ, നെക്സ്റ്റ് വൺ ഇസ് റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ. റിഫ്ലക്ഷൻ ഇൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ഞാൻ എൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. റിഫ്ലക്ഷൻ ഇൻ ആക്ഷൻ, ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഓസോൺ ലെയറിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ എത്ര പറഞ്ഞിട്ട് പിള്ളേർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ദെൻ എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ സ്ട്രാറ്റജി എന്ത് ചെയ്തു? ഫെയിൽ ചെയ്തു. ഞാൻ കൊണ്ടുവന്ന ടൂള് വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ആ ഐഡിയ വർക്ക് ചെയ്തില്ല എന്ന് വെച്ചാൽ എനിക്ക് ക്ലാസ് ഇട്ടിട്ട് പോകാനും പറ്റില്ല. അപ്പൊ എനിക്ക് ഇത് ഇവരെ പഠിപ്പിച്ചേ മതിയാവുള്ളൂ. ആ ഒരു ഡേയിലെ ലെസൺ പ്ലാനിൽ ഞാൻ ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഓസോൺ ലെയർ കുട്ടികൾക്ക് മനസ്സിലാവുന്നുള്ളത്. സോ സഡൻലി ഐ വർക്ക് ഔട്ട് ആൻ ഐഡിയ ഓൺ ദി സ്പോട്ട്, ഐ എം റിഫ്ലക്ടിങ് ഓൺ മൈ ആക്ഷൻ. ഇത് വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത സാധനം വരണം എന്ന റിഫ്ലക്ഷൻ ഇൻ ആക്ഷൻ. ഞാൻ ആ സമയത്ത് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെയാണ് പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യുന്നത്, ഇത് വർക്ക് ചെയ്യുന്നില്ല, വേറെ എന്തെങ്കിലും പെട്ടെന്ന് പറഞ്ഞേ പറ്റൂ. ആൻഡ് ദെൻ സഡൻലി ഇറ്റ് സ്ട്രൈക്സ് മീ. ഞാൻ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ മേക്കപ്പ് ഇടാറില്ലേ? ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ് ഒരു ഓൾ ഗേൾസ് സ്കൂളാണ്. അപ്പം പിള്ളേർ പറഞ്ഞു മേക്കപ്പ് ഇടാറുണ്ട്. ഞാൻ ചോദിച്ചു എന്തൊക്കെ സ്റ്റെപ്സ് ആണ് മേക്കപ്പിൽ? ദെൻ ദേ ആർ വെരി ഇൻട്രസ്റ്റഡ് ഇൻ സേയിങ് ദാറ്റ്. അപ്പൊ അവർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ടീച്ചറെ, ആദ്യത്തെ ലെയർ മോയ്സ്ചറൈസർ, അത് കഴിഞ്ഞ് എന്തൊക്കെയോ കുറെ സാധനങ്ങൾ, ഫൈനലി ദെൻ സൺസ്ക്രീൻ, അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ദർ. സൺസ്ക്രീൻ എന്തിനാ സൺസ്ക്രീൻ ഉള്ള? അത് ഇങ്ങനെ ഭയങ്കര ചൂടടിക്കുമ്പോൾ UVA UVB, അതുകൊണ്ട് UVA++ UVB++ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ കുട്ടികൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സിമ്പിൾ, നിങ്ങൾക്ക് സൂര്യപ്രകാശം അടിക്കുമ്പോൾ പൊള്ളാതിരിക്കാനും നിങ്ങളുടെ സ്കിൻ നന്നായിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. ലൈക്ക് വൈസ് എർത്തിന്റെ സൺസ്ക്രീൻ ആണ് ഓസോൺ ലെയർ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി. അത് ഇമ്മീഡിയറ്റ്ലി സ്ട്രൈക്ക് ദ സ്റ്റുഡൻറ്. സോ ദാറ്റ് ഈസ് മൈ റിഫ്ലക്ഷൻ ഇൻ ആക്ഷൻ. അപ്പം നമ്മൾ ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്തില്ലെങ്കിൽ വി ബ്രിങ് അപ്പ് എ ന്യൂ സ്ട്രാറ്റജി ഓൺ സ്പോട്ട്. അതിനെയാണ് റിഫ്ലക്ഷൻ ഇൻ ആക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ, വിച്ച് ഇസ് നമ്മൾ റിഫ്ലക്റ്റീവ് ജേർണലൊക്കെ എഴുതുന്നത് റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചു കഴിഞ്ഞു, നമ്മൾ തിരിച്ചു വന്നിരുന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പഠിപ്പിച്ചത്, ശരിയായോ, എന്തെങ്കിലും മിസ്സിംഗ് ആയോ എന്നുള്ളത് നമ്മൾ ജേർണൽ എഴുതുമ്പോഴത്തേക്കും വി റെക്കഗ്നൈസ് ദറ്റ് ഇന്ന കാര്യങ്ങൾ ഇസ് മിസ്സിംഗ്. സോ വാട്ട് വിൽ ഐ ഡു? ഐ വിൽ മോഡിഫൈ മൈ ഫ്യൂച്ചർ ലെസൺസ്. അങ്ങനെയുള്ളൊരു കാര്യമാണ് റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ. ഇത് രണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും വിൽ ഗിവ് യു സം കൈൻഡ് ഓഫ് ഒരു സ്റ്റേറ്റ്മെന്റ്, ടീച്ചർ ഇങ്ങനെ ചെയ്തെന്നോ അങ്ങനെ ചെയ്തെന്നോ, വാട്ട് ഇസ് ദിസ്, റിഫ്ലക്ഷൻ ഇൻ ആക്ഷൻ ആണോ ഓൺ ആക്ഷൻ ആണോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. നെക്സ്റ്റ് വൺ, കോൾബ്സ് എക്സ്പീരിയൻഷ്യൽ മോഡൽ. കോൾബിന്റെ എക്സ്പീരിയൻഷ്യൽ മോഡൽ ഒരു സൈക്ലിക്കൽ പ്രോസസ്സാണ്. നമുക്ക് 2-3 പ്രാവശ്യം ഞാൻ ഓൾറെഡി പറഞ്ഞു എന്ന് തോന്നുന്നു. കോൺക്രീറ്റ് എക്സ്പീരിയൻസ്, റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ, അബ്സ്ട്രാക്ട് കോൺസെപ്ച്വലൈസേഷൻ ആൻഡ് ഫൈനലി ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ. ഇതൊരു സൈക്കിളായിട്ട് പോകുന്ന സാധനമാണ്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോൺക്രീറ്റ് എക്സ്പീരിയൻസ് കൊടുക്കുന്നു, നമ്മൾ കുട്ടികൾക്ക് ഒരു എൻഗേജിങ് ടീച്ചിങ് ആക്ടിവിറ്റി കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ, നമ്മുടെ ഔട്ട്കംസ് എല്ലാം അച്ചീവ് ആയോ
എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ആ റിഫ്ലക്റ്റീവ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഔട്ട്കംസ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അബ്സ്ട്രാക്ട് കോൺസെപ്ച്വലൈസേഷൻസ്. നമ്മൾ അവിടുന്ന് കൺക്ലൂഷൻ ഡ്രോ ചെയ്യണോ, ഇന്ന കാര്യങ്ങൾ വർക്ക് ചെയ്തില്ല. സോ അപ്പം അവിടെ നമുക്ക് പുതിയ ഐഡിയാസ് കൊണ്ടുവരാം. ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവിടെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയനെ. ദെൻ ഫൈനലി ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ, വേർ നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ച ആ കൺക്ലൂഷൻസിനെ ഇൻസൈറ്റ്സ് ആയിട്ട് മാറ്റിയിട്ട് ഫ്യൂച്ചർ ലെസൺസിനെ ഇംപ്രൂവ് ചെയ്യുന്നു. ദിസ് ഇസ് കോൾഡ് എക്സ്പീരിയൻഷ്യൽ മോഡൽ ഫോർ യു. ഇത് രണ്ടും നോക്കിയിട്ട് തന്നെ പോകണം. നെക്സ്റ്റ് വൺ, ഇന്നോവേറ്റീവ് ടീച്ചിങ് മെത്തേഡ്സ്. ഇന്നോവേറ്റീവ് ടീച്ചിങ്, നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇന്നോവേറ്റീവ് ടീച്ചിങ് ആണ് 21st സെഞ്ചുറിയിലുള്ളതെന്ന് നോക്കാം. പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ്, PBL എന്നാണ്. പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ്. നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു റിയൽ വേൾഡ് പ്രോബ്ലം കൊടുത്തിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യും, പഠിക്കാൻ പറയും. നെക്സ്റ്റ് വൺ ഇസ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം. കുട്ടികൾ എന്ത് ചെയ്യുന്നു, വീട്ടിലിരുന്ന് മേജർ ആയിട്ടുള്ള തിയറി പോർഷൻസ് വായിച്ചിട്ട് ക്ലാസ്സിൽ വന്നിട്ട് വാട്ട് വിൽ ബി ഡു, വിൽ ഡിസ്കസ് ഓൺ ദ മേജർ ടോപ്പിക്സ് ആൻഡ് ദെൻ ഡു ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ്. അതിനാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ഗെയിമിഫിക്കേഷൻ, വേറെ നമ്മൾ ഒരുപാട് ഗെയിം എലമെന്റ്സ് എൻഗേജ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് വി ഹാവ് എൻഹാൻസ്ഡ് engagement. Then there is use of AI and technology in very recent times. We also have collaborative learning and interdisciplinary teaching. അതായത് ഒരു സബ്ജക്റ്റ് മാത്രമല്ല, പല സബ്ജക്ട്സ്, ഒരു നമ്പർ ഓഫ് സബ്ജക്ട്സ് അക്രോസ് സബ്ജക്ട്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നതിനാണ് ഇന്റർഡിസിപ്ലിനറി ടീച്ചിങ് എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് മെക്കാനിസം ഓഫ് ഫീഡ്ബാക്ക് ടു ലേണേഴ്സ്. അത് നിങ്ങളുടെ ഇതിനകത്തൊരു ടോപ്പിക് ആയിട്ട് വരുന്നുണ്ട്. എഫക്റ്റീവ് ഫീഡ്ബാക്ക് ഹെൽപ്സ് ലേണർ ഇംപ്രൂവ് ലേണിംഗ് പ്രോസസ്. ഈ കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കുട്ടിക്ക് കറക്റ്റ് സമയത്ത് കൊടുത്താലേ അവരുടെ ലേണിംഗ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ ഫസ്റ്റ് വൺ ഇസ് ഫോർമേറ്റീവ് ഫീഡ്ബാക്ക്. ഫോർമേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ അറിയാം, നമ്മളൊരു ലെസൺ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ കുട്ടിക്ക് എന്ത് ചെയ്യാണ്, ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്. മോനെ നിനക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല, ഇവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് നീ കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാനുള്ള പോയിന്റ്സ് എവിടെയൊക്കെയാണ് എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഒരു ഫോർമേറ്റീവ് ഫീഡ്ബാക്ക്. നമ്മുടെ ഫോർമേറ്റീവ് ഇവാലുവേഷൻ സമ്മേറ്റീവ് ഇവാലുവേഷൻ പോലെ തന്നെയാണ്. ഈ സമ്മേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മളൊരു അച്ചീവ്മെന്റ് ടെസ്റ്റ് ഇട്ടതിന് ശേഷം അതിന്റെ മെഷർ അനുസരിച്ച് കുട്ടിക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. നിനക്ക് ഈ ചാപ്റ്ററിൽ ഇന്ന കാര്യങ്ങളാണ് മനസ്സിലാവാത്തത്, അപ്പൊ നീ ഇതിൽ കുറച്ചുകൂടെ എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യുക. അതിനാണ് സമ്മേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് പിയർ ഫീഡ്ബാക്ക്. കുട്ടികൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവാലുവേറ്റ് ചെയ്യുന്നു. ഒരാൾ ചെയ്ത വർക്കിനെ മറ്റൊരാളുടെ അടുത്ത് മറ്റൊരു കുട്ടിക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളാമോ ഇല്ലയോ എന്ന് പറയുന്നതിനാണ് പിയർ ഫീഡ്ബാക്ക്. ബട്ട് പിയർ ഫീഡ്ബാക്ക് നമ്മൾ യൂഷ്വലി ക്ലാസ്സിൽ യൂസ് ചെയ്യാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും അനിമോസിറ്റി ഉണ്ടെങ്കിൽ അത് ദെൻ ഇറ്റ് വിൽ എഫക്ട് ദെയർ മെഷർമെന്റ്സ്. കുഞ്ഞു പിള്ളേരല്ലേ. നെക്സ്റ്റ് വൺ ഇസ് സെൽഫ് അസസ്മെന്റ്. കുട്ടി തന്നെ സ്വന്തമായിട്ട് എങ്ങനെയുണ്ട് ഞാൻ പഠിച്ചത് റിഫ്ലക്ട് ചെയ്തിട്ട് then they change their learning. പലപ്പോഴും ഈ peer feedback and self assessment are seen in higher education. Next one is immediate and delayed feedback. Delayed feedback. Immediate feedback എന്ന് പറയുമ്പോൾ ആ ലേണിംഗ് ആക്ടിവിറ്റിയോടൊപ്പവും ഡിലേഡ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റിക്ക് ശേഷമുള്ള റിഫ്ലക്ഷന്റെ സമയത്ത് കൊടുക്കുന്ന ഫീഡ്ബാക്കിനെയാണ് ഇമ്മീഡിയറ്റ് ആൻഡ് ഡിലേഡ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. Now സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി എ വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ ടീച്ചേഴ്സ്. സ്റ്റുഡൻസിനെക്കാളും കൂടുതൽ മേജർലി അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നത് ടീച്ചേഴ്സിനാണ്. അപ്പം എന്തൊക്കെ മെത്തേഡ്സ് വെച്ചിട്ടാണ് ടീച്ചേഴ്സിന് അത് സെൽഫ് അസസ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ റിഫ്ലക്റ്റീവ് ജേർണൽസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ലെസൺ റെക്കോർഡിംഗ് ആൻഡ് റിവ്യൂ. നമ്മൾ ക്രിറ്റിസിസം ക്ലാസ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്കൊന്ന് മൈക്രോ ടീച്ചിങ്ങിന്റെ സമയത്ത് വി ടേക്ക് എ വീഡിയോ ഓഫ് ഹൗ വി ആർ ടീച്ചിങ് അല്ലെ. ആ വീഡിയോ കണ്ടിട്ടാണ് നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ ചേഞ്ച് വരുത്താം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളത് ഇംപ്രൂവ് ചെയ്യുന്നത്. റീടീച്ചിന്റെ സമയത്ത് നമ്മൾ ആ വീഡിയോ നോക്കിയിട്ടാണ് ഒന്നുകൂടെ പ്ലാൻ ചെയ്ത് അടുത്ത റീടീച്ച് പോകുന്നത്. സോ നെക്സ്റ്റ് വൺ ഇസ് SWOT അനാലിസിസ്. എല്ലാ പ്രാവശ്യം ചോദിക്കാറുണ്ട് SWOT അനാലിസിസ് എന്താണെന്നുള്ളത്. See, it is a type of analysis where you are actually looking at your strengths, weakness, opportunities and threats. അപ്പം അതാണ് SWOT. S for strength, W for weakness, O for opportunities and T for threats. നമ്മളൊരു പേഴ്സന്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഓപ്പർച്യൂണിറ്റി എന്താണ്, ത്രെറ്റ് എന്താണെന്നൊന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതൊന്ന് എഴുതി വെക്കുമ്പോഴത്തേക്കും വിൽ ബി വെരി ഷുവർ നമ്മൾ എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യാനുള്ളത്. സോ ദാറ്റ് ഇസ് SWOT അനാലിസിസ് ഫോർ യു. ദെൻ ദർ ഇസ് സ്റ്റുഡൻറ് ഫീഡ്ബാക്ക് ആൻഡ് അനാലിസിസ്. സ്റ്റുഡൻസിൻ്റെ അടുത്ത് കൊടുക്കുക, എങ്ങനെയുണ്ട് എൻ്റെ ടീച്ചിങ് പെർഫോമൻസ് എന്ന് അറിയാൻ വേണ്ടി സ്റ്റുഡൻസിൻ്റെ ഒരു ഫീഡ്ബാക്ക് വാങ്ങിക്കുക. ആൻഡ് ദർ ഇസ് ഓൾസോ ഗോൾ സെറ്റിംഗ്. നമ്മൾ ചില ഗോൾസ് എഴുതി വെക്കുക,
അത് സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ സെൽഫ് അസസ്മെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. സോ ദാറ്റ് ഇസ് ഓൾസോ എ മെത്തഡ്. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദ നീഡ് ഫോർ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്? നമ്മൾ എന്തിനാണ് പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് പോകുന്നത്? പലപ്പോഴും പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻ സർവീസ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് എന്ത് ചെയ്യാനാണ്? ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വി ഓൾവേസ് നീഡ് ടു എൻഹാൻസ് അവർ സബ്ജക്ട് നോളജ്. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ന്യൂ പെഡഗോഗിക്കൽ ടെക്നീക്സ്. അതുവഴി പെഡഗോഗിക്കൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണം. ടെക്നോളജി അഡാപ്റ്റേഷൻസ്, നമുക്ക് എല്ലാ വർഷവും പുതിയ പുതിയ ടെക്നോളജി വരുന്നു. അപ്പോൾ ആ ടെക്നോളജീസ് യൂസ് ചെയ്ത് എങ്ങനെ പഠിക്കാം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവണം. അതുപോലെ കരിക്കുലം ചേഞ്ചസ്, നമ്മൾ എല്ലാ വർഷവും ഒരേപോലെ അല്ല പഠിപ്പിക്കുന്ന, കുറെ ഇടയ്ക്ക് സിലബസ് മാറും, കരിക്കുലം മാറും. ഇപ്പൊ തന്നെ NEP 2020 വരുന്നു, അതിനനുസരിച്ചുള്ള പോളിസീസ് മാറുമ്പോൾ നമ്മൾ അത് എന്തൊക്കെയാണെന്ന് അറിയണം. സോ കരിക്കുലം ചേഞ്ചസ് അറിയാനും നമ്മൾ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് യൂസ് ചെയ്യാറുണ്ട്. അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ സ്കിൽസ്, പുതിയ പുതിയ അസസ്മെന്റ് ടെക്നീക്സ് വരുന്നുണ്ട്, ഇവാലുവേഷൻ ടെക്നീക്സ് വരുന്നുണ്ട്, അത് മനസ്സിലാക്കാൻ നമുക്ക് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് വേണം. ആൻഡ് ഫൈനലി എത്തിക്കൽ ആൻഡ് ലീഗൽ അവയർനെസ്. ആസ് എ ടീച്ചർ you should very much be aware of the legal sides of teaching, അല്ലെ? ലീഗാലിറ്റീസ് ആൻഡ് എത്തിക്സ് റിലേറ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയും അതിൽ വന്ന ചേഞ്ചസ് അറിയാൻ വേണ്ടിയും പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇത് ഇൻ സർവീസ് ടീച്ചേഴ്സിനാണ് നമുക്ക് കൊടുക്കുന്നത്. ആൻഡ് ദർ ഇസ് another one thing also, ഈ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അക്കോർഡിംഗ് ടു NEP റൈറ്റ് നൗ ഒരു ടീച്ചർ 50 hours ഓഫ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എല്ലാ വർഷവും ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. സോ എവറി ടീച്ചർ ഷുഡ് അണ്ടർഗോ 50 hours ഓഫ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്നാണ് NEP 2020 പറയുന്നത്. നെക്സ്റ്റ് വൺ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഇൻ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ ഒരു ടീച്ചറിന് എന്തൊക്കെ ചെയ്യാം? ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ ടീച്ചറിന് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ മൂക്ക് കോഴ്സസ് അറ്റൻഡ് ചെയ്യാം. മൂക്ക് കോഴ്സസ് എന്ന് പറയുമ്പോൾ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ആണ്. ഫോർ എക്സാമ്പിൾ സ്വയം, NPTEL, Coursera. ഇഫ് യു ഡോണ്ട് നോ ഓൾ ദിസ്, ഡോണ്ട് വറി, നമുക്കൊരു ചാപ്റ്റർ വരുന്നുണ്ട്, അതിനകത്ത് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ദെൻ AI ആൻഡ് ഡേറ്റ അനാലിറ്റിക്സ് ഒരു ടീച്ചർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒരുപാട് AI ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്യുന്നത് വഴി പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി സിമുലേഷൻസ് എന്താണ്, അത് ടീച്ചിങ്ങിനെ എങ്ങനെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ടീച്ചർ പ്രൊഫഷണൽ ഡെവലപ്മെന്റിലൂടെ മനസ്സിലാക്കണം. ടെക്നോളജിയുടെ ബേസിസിൽ നമുക്ക് വെബിനാർസും ഡിജിറ്റൽ കോൺഫറൻസസും ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാം. അതുപോലെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ്, LMS പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഗൂഗിൾ ക്ലാസ് റൂം, മോഡൽ, അതിലൊക്കെ പുതിയ പുതിയ ക്ലാസ്സസ് വരുന്നുണ്ട്. ഇതെല്ലാം ടീച്ചേഴ്സിന് എന്താണ് ആക്സസ് ചെയ്യുകയും പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യുകയും ചെയ്യാം. സോ നൗ വി ഹാവ് പ്രൊഫഷണൽ അസോസിയേഷൻസ് ഫോർ ടീച്ചേഴ്സ്. ഇത് വളരെ സിമ്പിൾ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് NCTE ആണ്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. CBSE ആൻഡ് NCERT ആണ് ടീച്ചേഴ്സിന് ട്രെയിനിങ് ആൻഡ് കരിക്കുലം ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടീച്ചർ ട്രെയിനിങ് ബേസിക്കലി ഫോർ ഇൻ സർവീസ് ടീച്ചേഴ്സ്, നോട്ട് പ്രീ സർവീസ്. പ്രീ സർവീസ് ടീച്ചേഴ്സിന്റെ NCTE ആണ് മോണിറ്റർ ചെയ്യുന്നത്. അതുപോലെ UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, ഹയർ എഡ്യൂക്കേഷനും ടീച്ചർ എലിജിബിലിറ്റിയെ പറ്റിയിട്ടുള്ള നോംസ് ഇറക്കുന്നത് UGC ആണ്. അതുപോലെ AICTE എന്ന് പറയുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷനെ ഗവേൺ ചെയ്യുന്ന ഒരു ബോഡിയാണ്. സോ ആൻഡ് ദെൻ ദർ ഇസ് ഇന്റർനാഷണൽ അസോസിയേഷൻസ് ലൈക്ക് യുനെസ്കോ, ISTE എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ ആണ്. ഇതെല്ലാം പ്രൊഫഷണൽ അസോസിയേഷൻസ് റിലേറ്റഡ് ടു ടീച്ചേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ, പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ട്രെയിനിങ്. പ്രീ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബിഫോർ ജോയിനിങ് ദ പ്രൊഫഷൻ ആണ്. MEd, BEd, DLEd ഒക്കെ ഓരോ കോഴ്സസ് ആണ് നമ്മൾ പ്രീ സർവീസ് ട്രെയിനിങ് ആയിട്ട് അച്ചീവ് ചെയ്യുന്നത്. അതുപോലെ ഇൻ സർവീസ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് എംപ്ലോയ്മെന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ഇതെല്ലാം അച്ചീവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് അഗെയിൻ NEP 2020 സംബന്ധിച്ച് 50 hours ഓഫ് CPD ആണ്, അതായത് കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആണ് ആനുവലി, വർഷത്തിൽ ഒരു ടീച്ചർ അച്ചീവ് ചെയ്തിരിക്കേണ്ടത്. അതായത് അപ്പാർട്ട് ഫ്രം ടീച്ചിങ് ഷീ ഷുഡ് ഓൾസോ ഡെവലപ്പ് ഹർ കറണ്ട് അവയർനെസ്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ടെക്നോളജി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പോളിസി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കരിക്കുലം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അണ്ടർഗോ ചെയ്യേണ്ടതുണ്ട്.
Next one is cluster training. It is a model where teachers within a region collaborate to enhance skills. നമുക്കറിയാലേ ക്ലസ്റ്റർ മീറ്റിങ്ങിന് ടീച്ചേഴ്സ് പോകുന്നു എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കും. ആൻഡ് ദെൻ അവിടെ ഇവരെന്ത് ചെയ്യും, പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് അല്ലെങ്കിൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പെഡഗോഗി, അസസ്മെന്റ്, ഇന്നോവേഷനെ പറ്റിയിട്ടൊക്കെ ഉള്ള സ്പെസിഫിക് ടോപ്പിക്സിനെ പറ്റിയിട്ടുള്ള ടോക്സ്, അതുപോലെ പിയർ ലേണിംഗ്, എക്സ്പീരിയൻസ് ഷെയറിംഗ് ഒക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. So it is basically conducted at block or district level. അവിടെ peer learning, experience sharing ഒക്കെ ഉണ്ടാവും. ചില ഫോക്കസ് ഏരിയാസ് ഓഫ് പെഡഗോഗി, അസസ്മെന്റ് ആൻഡ് ഇന്നോവേഷനിൽ ഇൻവൈറ്റഡ് ടോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ലോക്കലൈസ്ഡ് ട്രെയിനിങ് ആണ്. ഇവരെല്ലാം ഒരു റീജിയനിലുള്ളതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും കൂടിച്ചേരാനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും എളുപ്പമായിരിക്കും ക്ലസ്റ്റർ ട്രെയിനിങ്ങിനെ സംബന്ധിച്ച്. ഇപ്പം SSCയിലും ഡയറ്റിലും ഒക്കെ അവരുടെ റീജിയൻസിലുള്ള ടീച്ചേഴ്സിനെ വിളിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യും, ട്രെയിനിങ്സും വർക്ക്ഷോപ്സും ഒക്കെ കൊടുക്കും. അപ്പൊ ഇതൊരു ക്ലസ്റ്റർ ട്രെയിനിങ് മോഡലാണ്. നെക്സ്റ്റ് വൺ, ടീച്ചർ റേറ്റിംഗ് ആൻഡ് ഗ്രേഡിംഗ്. ടീച്ചറിനെ നമുക്ക് എങ്ങനെ റേറ്റ് ചെയ്യുകയും ഗ്രേഡ് ചെയ്യുകയും ചെയ്യാം. ഒന്ന് സ്റ്റുഡന്റ് ഫീഡ്ബാക്ക് സർവേ, സ്റ്റുഡൻസിനെ കൊണ്ട് ടീച്ചറിന്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് റേറ്റ് ചെയ്യാൻ പറയുക. നെക്സ്റ്റ് വൺ ഇസ് പിയർ റിവ്യൂ. കൂടെയുള്ള കൊളീഗ്സ്, അതായത് കൂടെയുള്ള ടീച്ചേഴ്സോ അല്ലെങ്കിൽ നമുക്കൊരു മേജർ ഹെഡ് ടീച്ചർ, സൂപ്പർവൈസർ ആയിട്ട് ഒരു ടീച്ചർ കാണും. അവർ നമ്മളെ റിവ്യൂ ചെയ്യുന്നതും ഒരു മെത്തേഡ് ഓഫ് ടീച്ചർ റേറ്റിംഗ് ആൻഡ് ഗ്രേഡിംഗ് ആണ്. അതുപോലെ സെൽഫ് അസസ്മെന്റ്, ടീച്ചറിന് സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യാം, റിഫ്ലക്ട് ചെയ്ത് സ്വന്തം പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് പറയാം. ആൻഡ് പെർഫോമൻസ് ബേസ്ഡ് അപ്രൈസൽ, അതായത് ബേസ്ഡ് ഓൺ റിസൾട്ട്, ലെസൺ പ്ലാനിങ് ആൻഡ് സ്റ്റുഡന്റ് എൻഗേജ്മെന്റ്. നമ്മളിപ്പോൾ ടീച്ചറിനെ ഇവാലുവേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഇവാലുവേറ്റ് ചെയ്യാതെ ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ പൊതുവെ ആ സബ്ജക്റ്റിൽ വളരെ നല്ല റിസൾട്ടാണ്, കുട്ടികൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പൊതുവെ കാണുകയാണെങ്കിൽ ദെൻ ദാറ്റ് ഇസ് ഓൾസോ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ബേസ്ഡ് റേറ്റിംഗ് ആണെന്ന് നമുക്ക് പറയാം. ഗ്രേഡിംഗ് ക്രൈറ്റീരിയ പലപ്പോഴും എന്താണ്, ഒരു ടീച്ചറിനെ എങ്ങനെ നമ്മൾ ഗ്രേഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ സബ്ജക്ട് എക്സ്പെർട്ടീസ്. ടീച്ചറിന് നന്നായിട്ട് സബ്ജക്ട് അറിയാമോ, ടീച്ചർ എത്ര നന്നായി ക്ലാസ് റൂം മാനേജ് ചെയ്യുന്നുണ്ട്, ടീച്ചർ എന്തൊക്കെ ഇന്നോവേറ്റീവ് ടീച്ചിങ് എയ്ഡ്സ് ക്ലാസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ ആ കാര്യങ്ങൾ മാത്രമല്ല, ഇതെല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ എത്ര റിട്ടൻഷൻ ഉണ്ട്, അവരെത്ര നന്നായിട്ട് ഔട്ട്കംസ് അച്ചീവ് ചെയ്യുന്നു, അതോടൊപ്പം അവരുടെ ഫീഡ്ബാക്ക് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ടീച്ചർ റേറ്റിംഗിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ വി ഹാവ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്വാളിറ്റി ടീച്ചർ. നല്ലൊരു ക്വാളിറ്റി ഉള്ള ടീച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഒരു ക്വാളിറ്റി ഉള്ള ടീച്ചറിന്റെ ഇന്റലക്ട് മാത്രമല്ല, നല്ലൊരു പേഴ്സണാലിറ്റിയും പ്രൊഫഷണലിറ്റിയും കാണും, പ്രൊഫഷണലിസവും കാണും. സോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സബ്ജക്ട് മാസ്റ്ററി വേണം, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വേണം, പേഷ്യൻസ് ആൻഡ് എംപതി വേണം, അഡാപ്റ്റബിലിറ്റി, ക്രിയേറ്റിവിറ്റി, ഇന്റഗ്രിറ്റി, എത്തിക്സ്, ക്ലാസ് റൂം മാനേജ്മെന്റ് സ്കിൽ, മോട്ടിവേഷൻ സ്കിൽ, ഇതൊക്കെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്വാളിറ്റി ടീച്ചർ ആണ്. നെക്സ്റ്റ് വൺ, പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഓഫ് എ ടീച്ചർ. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആകെ മേജറായിട്ട് ഒരു രണ്ട് ആഡ് ഓൺസ്, കമ്മിറ്റ്മെന്റ് ടു ഇൻക്ലൂസിവിറ്റി ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. നമുക്ക് ഒരു ക്ലാസ് റൂമിൽ പലപ്പോഴും നമ്മൾ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ കുട്ടികൾ പെരുമാറുന്നത്. ചിലപ്പോൾ വയലന്റ് ബിഹേവിയർ ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ നമുക്ക് അടക്കിയിരുത്താൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ കാണും. പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ബേൺ ഔട്ട് ആവാതെ എന്ത് ചെയ്യുക, ക്ലാസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റിയും കമ്പോഷറും ഉണ്ടായിരിക്കുക എന്നുള്ളതിനാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കമ്മിറ്റ്മെന്റ് ടു ഇൻക്ലൂസിവിറ്റി ഈസ് നത്തിങ് അതർ ദാൻ നമ്മുടെ മൾട്ടിപ്പിൾ ഡൈവേഴ്സ് ലേണേഴ്സിനെ എന്ത് ചെയ്യുക, കേറ്റർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. നമ്മൾ നമ്മുടെ കൊളീഗ്സുമായിട്ടും പാരൻസുമായിട്ടും അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ടും കുഞ്ഞുങ്ങളുമായിട്ടും നല്ലൊരു കൊളാബറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, നല്ലൊരു ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക അക്കോർഡിംഗ് ടു ദി ലെവൽ ഓഫ് സ്റ്റുഡൻസ് യു ആർ ടീച്ചിങ്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു ഹൗ ടു ബി എ ലീഡർ അക്കോർഡിംഗ് ടു ദി ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ. അത് നോക്കി വെക്കണേ. ആൻഡ് ദെൻ വി ഹാവ് ഒരു മേജർ കാര്യം വിച്ച് ഇസ് PCK. നിങ്ങൾ പെഡഗോഗിയിൽ പഠിക്കുന്നതാണ് അല്ലേ, പെഡഗോഗിക് കണ്ടന്റ് നോളജ് എന്ന് പറയുന്നൊരു കാര്യം. സോ പെഡഗോഗിക് കണ്ടന്റ് നോളജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലീ ഷൂൾമാൻ എന്ന് പറയുന്ന ഒരാളാണ്. സോ പെഡഗോഗിക് കണ്ടന്റ്, നമുക്കൊരു ടീച്ചർ എന്ന നിലയിൽ കണ്ടന്റ് നോളജ് മാത്രം പോരാ, വി ഓൾസോ ഹാവ് ടു ഹാവ് പെഡഗോഗിക്കൽ നോളജ്. സോ കണ്ടന്റ് നോളജിനകത്ത് വി ഷുഡ് ഹാവ് എന്താണ്, റെപ്രസെന്റേഷൻസ് ഓഫ് ദി കണ്ടന്റ് ഡൊമൈൻ. നമുക്ക് ആ കണ്ടന്റ് വളരെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഒരു നന്നായിട്ട് പഠിപ്പിക്കണമെങ്കിൽ. അപ്പം ഫിസിക്സിൽ ഇപ്പം നമ്മൾ ഫിസിക്സിൽ ഇപ്പോൾ
നമ്മൾ മാഗ്നറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ വി ഷുഡ് നോ വെരി വെൽ അബൌട്ട് മാഗ്നറ്റ്സ് ആൻഡ് ആ ഒരു പെർട്ടിക്കുലർ ലെസണിൽ കുട്ടിക്ക് പഠിക്കാനുള്ള എന്താണോ അതിൽ വെൽ വേഴ്സ്ഡ് ആയിരിക്കണം. സോ അതാണ് റെപ്രസെന്റേഷൻസ് യൂസ്ഡ് ഇൻ ദി കണ്ടന്റ് ഡൊമെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം കണ്ടന്റ് നോളജിനെ സംബന്ധിച്ച്. പെഡഗോഗിക് നോളജിനെ പറ്റി വരുമ്പോഴത്തേക്കും ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ 9ാം ക്ലാസ്സിലെ കുട്ടിയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അവരുടെ സൈക്കോളജി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ ഒരു ജനറൽ സ്ട്രാറ്റജി ടു ഹൗ ടു മാനേജ് എ ക്ലാസ് റൂമും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് രണ്ടുമാണ് കണ്ടന്റ് നോളജിൽ വരുന്നത്. ഇത് രണ്ടിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ദെൻ ദി യൂണിയൻ ഫോംസ് പെഡഗോഗിക് കണ്ടന്റ് നോളജ്. ഒരു ടീച്ചറിന് പെഡഗോഗി അറിഞ്ഞിരിക്കണം, കണ്ടന്റും അറിഞ്ഞിരിക്കണം. ഇതിൽ രണ്ടിലും നോളജ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് അണ്ടർസ്റ്റാൻഡിങ് ലേണർ കണ്ടന്റ് എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് കുട്ടിയുടെ സൈക്കോളജിയും ക്ലാസ് മാനേജ്മെന്റും എല്ലാം അറിഞ്ഞിരിക്കണം. അതോടൊപ്പം കണ്ടന്റും നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് ബെസ്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാന്നാണ് PCK ഉദ്ദേശിക്കുന്നത്, ലീ ഷൂൾമാന്റെ PCK ഉദ്ദേശിക്കുന്നത്. ബട്ട് നൗ in the 21st century we have come to a new thing, അല്ലെ 21st century we have come to this new thing called TPCK where നമ്മൾ ഒരു ഡൊമൈനും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുകയാണ്, വിച്ച് ഇസ് ടെക്നോളജിക്കൽ നോളജും കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. പെഡഗോഗി മാത്രമല്ല, കണ്ടന്റ് മാത്രമല്ല, ടെക്നോളജിയും കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, ടെക്നോളജിക്കൽ TPCKനകത്ത് എത്ര ഡൊമൈൻസ് ഉണ്ട് എന്നുള്ളത്. നമ്മൾ 3 ഡൊമൈൻസിനെ മേർജ് ചെയ്ത സമയത്ത് നമുക്ക് ഒരു 4 ഏരിയസ് ആണ് പുതിയതായിട്ട് കിട്ടിയത് 3 പേരെ മേർജ് ചെയ്തപ്പോൾ. TKയും PKയും കൂടെ ചേർന്ന് TPK, ടെക്നോളജിക്കൽ പെഡഗോഗിക്കൽ നോളജ്. അതുപോലെ ടെക്നോളജിയും കണ്ടന്റും കൂടെ ചേർന്ന് ടെക്നോളജിക്കൽ കണ്ടന്റ് നോളജ്. അതുപോലെ പെഡഗോഗിക്കൽ നോളജും കണ്ടന്റ് നോളജും കൂടെ ചേർന്ന് പെഡഗോഗിക്കൽ കണ്ടന്റ് നോളജ്. അങ്ങനെ 3 കാര്യങ്ങൾ കിട്ടി. അല്ലാതെ എക്സ്ട്രാ നടുക്ക് ഈ 3 പേരും കൂടി സമപ്പ് ചെയ്യുന്ന ഒരു ന്യൂ ഏരിയ കിട്ടിയിട്ടുണ്ട്, TPCK, ടെക്നോളജിക്കൽ പെഡഗോഗിക്കൽ കണ്ടന്റ് നോളജ്. അതായത് ടെക്നോളജി ഉപയോഗിക്കാൻ ടീച്ചറിന് അറിഞ്ഞിരിക്കണം, പെഡഗോഗി യൂസ് ചെയ്യാൻ ടീച്ചറിന് അറിഞ്ഞിരിക്കണം, കണ്ടന്റ് യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം അറിയാമെങ്കിലേ ഒരു ക്ലാസ് റൂം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ വെൻ ഇറ്റ് കംസ് ടു TPCK വി ഹാവ് 7 ഡൊമെയിൻസ്, 7 പാർട്സ് ആണ് ഇതിലുള്ളത്. 1, 2, 3, 4, 5, 6, 7 പാർട്സ് ആണ് TPCKനകത്തുള്ളത്. സോ അങ്ങനെ ഒരു ചോദ്യം എവിടെ ചോദിച്ചു കണ്ടു. അത് സെറ്റിന് തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് ഐ എം പ്രിപ്പയറിംഗ് ഫോർ മൾട്ടിപ്പിൾ എക്സാംസ്. ഐ എം pretty confused ഇത് എവിടെയാണ് ഈ ക്വസ്റ്റ്യൻ കണ്ടതെന്ന്. ബട്ട് ദിസ് ഇസ് എ പോസിബിൾ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എപ്പോൾ വേണോ ചോദിക്കാമല്ലോ. സോ കീപ് ഇൻ മൈൻഡ്. സോ ആൻഡ് ദെൻ ദർ ഇസ് ടീച്ചർ ആസ് എൻ ഏജന്റ് ഫോർ സോഷ്യൽ ട്രാൻസ്ഫർമേഷൻ. നമുക്കറിയാം ഒരു സൊസൈറ്റിയിലെ ചേഞ്ചസ് കുട്ടികളിലൂടെയാണ് കൊണ്ടുവരേണ്ടത്. കുട്ടികളിലും ആയിട്ട് ഏറ്റവും കൂടുതൽ സമയം ബന്ധപ്പെട്ടിരിക്കുന്ന ടീച്ചേഴ്സാണ്. സോ ടീച്ചേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒബ്ലിഗേഷൻ സൊസൈറ്റിയോടുണ്ട്. അപ്പൊ സോഷ്യൽ റിഫോർമേഷൻ കൊണ്ടുവരാനുള്ള ഒരു ഏജന്റ് ആയിട്ട് ടീച്ചറിന് വർക്ക് ചെയ്യാം. എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാം? പ്രൊമോട്ടിങ് വാല്യൂസ് ആൻഡ് എത്തിക്സ്, ഫോസ്റ്ററിങ് ക്രിട്ടിക്കൽ തിങ്കിങ്, അല്ലെ? നമ്മളിപ്പോ തന്നെ ക്രിട്ടിക്കൽ പെഡഗോഗി ഉപയോഗിച്ചാണ് കേരളത്തിലെ സ്കൂൾസിൽ പഠിപ്പിക്കുന്നത്. സോ വി ആർ മെൻ ടു എന്തുവാണ് ട്രെയിൻ ആ സ്റ്റുഡൻസ് ടു ക്വസ്റ്റ്യൻ എ ലോട്ട് ഓഫ് തിങ്സ്. നെക്സ്റ്റ്, ബ്രിഡ്ജ് സോഷ്യൽ ഗ്യാപ്പ്, അതായത് ചില മാർജിനലൈസ് കമ്മ്യൂണിറ്റീസിന് മെയിൻ സ്ട്രീം ആവാൻ വേണ്ടിയിട്ടുള്ള ആക്സസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അതുപോലെ ജെൻഡർ ആൻഡ് സോഷ്യൽ ഇക്വാളിറ്റിയെ പറ്റിയിട്ട് നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യണം. എൻവയോൺമെന്റൽ അവയർനെസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഗൈഡിങ് യൂത്ത് അഗൈൻസ്റ്റ് സോഷ്യൽ ഈവൽസ്, ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോളിസം, ഡൗറി, അങ്ങനെയുള്ള മേജർ സോഷ്യൽ ഈവൽസിനെ കർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂത്തിന് എന്ത് ചെയ്യണം, അതിന് അവയർനെസ് കൊടുക്കണം. അതുപോലെ നേഷൻ ബിൽഡിംഗ്, കുട്ടികളെ എന്താക്കണം, റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പ് ഉണ്ടാക്കാനും ഫ്യൂച്ചർ ലീഡേഴ്സ് ആക്കാനും ആസ് എ ടീച്ചർ വി ആർ ബൗണ്ട് ടു ഡു ദാറ്റ്. I think so that's it from my side for today. I hope you got something from out of this video. ഇത് വളരെ സിമ്പിൾ ഒരു ചാപ്റ്റർ ആണ്. അതിൽ മേജർ ആയിട്ട് ആ ലീഡർഷിപ്പ് മോഡൽസും TPCK, PCK, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് മോഡൽസും മാത്രമേ നോക്കി വെക്കേണ്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിയിലുള്ള ട്രിവിയൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു കുട്ടി മോഡ്യൂളാണ് യൂണിറ്റ് 5ന്റെ അടിയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. So this is me, Gayatri Shankar, signing off. So stay tuned for more videos. So till then, keep living, laughing and learning with me, Gayatri Shankar, here on YouTube. Bye.